ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എം സിഗ്മാസ് 0 to Infinity ബാച്ച്. എൻ്റെ പേര് ആതിര. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് IPR. IPR എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കുറച്ച് തിയറട്ടിക്കൽ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ ഈ സബ്ജക്റ്റ്. കാരണം ഇത് തിയറി ആണെങ്കിൽ കൂടി ബോറടിക്കത്തില്ല, ഭയങ്കര ഒരു ഈസി ഫ്ലോ ആയിട്ട് ഇതങ്ങ് പൊയ്ക്കോളും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. നോക്കിക്കേ, ഇപ്പം ഈ ഒരു സബ്ജക്റ്റ് കാണുന്നവർ ഒന്ന് ആലോചിക്കേണ്ട, നിങ്ങളിൽ ചിലർ എന്താണ് ഇപ്പൊ നിങ്ങളുടെ കോർ എഞ്ചിനീയറിംഗ് ഏതാണ് അതിലോട്ട് കുറച്ച് പേര് പോകും അല്ലെ? അതെ. പിന്നെ ചിലവരെന്താണ് ഹയർ സ്റ്റഡീസ് പോകും. ഒന്നെങ്കിൽ അവർ MTech എടുക്കും, അല്ലെങ്കിൽ MBA എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ MS എടുക്കും, അവർ ഹയർ സ്റ്റഡീസിലോടും. സ്റ്റിൽ കുറച്ച് പേര് കാണും ഓൺടർപ്രണേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെ, സ്വന്തമായിട്ടുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണും അല്ലെ. കാരണം ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയിൽ, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ, കാലാവസ്ഥ ഉദ്ദേശിക്കുന്ന എന്താണ്, ഇപ്പോഴത്തെ ഒരു ഗ്രോയിങ് ട്രെൻഡ് അനുസരിച്ചിട്ട് പൊതുവെ എല്ലാവരും ഓൺടർപ്രണേഴ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്, ഭൂരിപക്ഷം പേര്. കാരണം കുറേ പേർക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും എയിം എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ട് പലരും പലതരത്തിലെ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബോറടിച്ച് അവർ ടയേർഡായിട്ട് അവർ തിരിച്ചതൊക്കെ റിസൈൻ ചെയ്ത് വന്നിട്ട് അവരുടേതായിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പല ദിവസങ്ങൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതല്ലേ. അപ്പൊ അങ്ങനത്തെ ഓൺടർപ്രണേഴ്സ് ആകാനുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഈ സബ്ജക്റ്റിന്റെ കോറിലോട്ട് കടക്കുന്ന മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ദിസ് ഈസ് സൈമൺ ഒലിവർ സിനക്. ഭയങ്കര ഫേമസ് എന്ന് പറയുന്ന ആളൊന്നും അല്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ബിസിനസ് നോക്കി കാണുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിനെ അറിയായിരിക്കും. ബിക്കോസ് ഇയാൾ ഈ പറയുന്ന വലിയ ബിസിനസ് അനലിസ്റ്റ് ഒന്നും അല്ല. ഹീസ് എ സിമ്പിൾ ഇംഗ്ലീഷ് അമേരിക്കൻ ഓതർ ആണ്. ബട്ട് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ സ്പീക്കർ ആണ്. ഒരു 10-15 years ago ഇദ്ദേഹത്തിന്റെ ഒരു ടെഡ് ടോക്ക് ഉണ്ട്. അത് ശരിക്കും നിങ്ങൾ കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ്. മനസ്സിലാവില്ലേ? ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആളായിക്കോട്ടെ, അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അവർക്ക് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യുന്ന കുറെ വാക്കുകൾ, കുറച്ച് തോട്ട്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒക്കെ. അപ്പൊ അദ്ദേഹം എഴുതിയ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണിത്. ശരിക്കും നിങ്ങൾക്ക് ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. അപ്പൊ നമുക്ക് ഇതിലൂടെ കടക്കുന്നതായിരിക്കും കുറച്ച്. കാരണം എനിക്ക് ആ ടെഡ് ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഞാൻ. എന്ന് വെച്ചാൽ ഞാനിപ്പോ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല, അങ്ങനല്ല, ആരായാലും ഒന്ന് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ there are leaders and there are those who lead. Leaders hold a position of power or influence. Those who lead inspire us. അവിടെ വരെ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നമ്മുടെ ലോകത്ത് ഇപ്പം കുറെ പേര് ലീഡേഴ്സ് ആയിരിക്കും, കുറച്ച് പേരെ നമ്മളെ ലീഡ് ചെയ്യുന്നവരായിരിക്കും, കുറച്ച് നേതാക്കന്മാർ കാണും, അതിനപ്പുറത്ത് കുറച്ച് പേര് നമ്മളെ നയിക്കുന്നവരായിരിക്കും. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കുറച്ച് വലിയ വലിയ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് കാണും. ഭയങ്കര പവർഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിലൊക്കെ ഉള്ള ഭയങ്കര പവർഫുൾ ആൾക്കാർ, ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാർ കാണും. പക്ഷെ ചിലത് കാണും അവരുടെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആവുന്നത്. മനസ്സിലായല്ലോ? യെസ്. വെദർ ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻസ്, we follow those who lead not because we have to but because we want to. അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഗാന്ധിജീനെ പറ്റി അറിയാം അല്ലെ? അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തികളാൽ അദ്ദേഹം പോകുന്ന വഴികളിലൂടെ നമ്മളും സഞ്ചരിക്കുവാണ്. അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ അത് ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തുകൊണ്ടത് അല്ലെ? നമ്മുടെ പണ്ട് തൊട്ട് 1940s ആ ഒരു ഇൻഡിപെൻഡൻസ് എറയിലുള്ള കാര്യങ്ങളാണ് അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം മാർട്ടിൻ ലൂതർ കിങ്ങിനെ അല്ലെ? യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാൽ നമ്മൾ ഇൻസ്പയർഡ് ആവുകയാണ് അല്ലെ? നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാതയിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെ? യെസ്. വി ഫോളോ ദോസ് ഹു ലീഡ് നോട്ട് ഫോർ ദം ബട്ട് ഫോർ അവർസെൽസ്. മനസ്സിലായല്ലോ? അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് പല വലിയ വലിയ ലീഡേഴ്സ്, നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ലീഡേഴ്സ് പറഞ്ഞ് കുറച്ച് ക്ലബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് മോട്ടിവേറ്റഡ് തോന്നും അല്ലെ? നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. മനസ്സിലായി? അങ്ങനത്തെ ഒരാളാണ് സൈമൺ ഒലിവർ സിനക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്,
സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൺടർപ്രണേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ഒരു ബുക്ക് വായിക്കണം. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ടെഡ് ടോക്കിൽ ജസ്റ്റ് ഒരു 5 minutes ഇതിനു വേണ്ടി ഒന്ന് സ്പെയർ ചെയ്യണം. ബോർ അടിക്കരുതും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് വന്നോളും കേട്ടോ. നിങ്ങൾ സബ്ജക്റ്റിലോട്ട് കടന്നോളും. ബട്ട് ഒരു 5 minutes എനിക്ക് വേണ്ടി നിങ്ങൾ ഇതിന് സ്പെയർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഏത് ലോകത്ത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മളെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിക്കോട്ടെ മീൻസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊരു ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പഠിക്കുന്ന നിങ്ങളായിക്കോട്ടെ, ഈ ഒരു സബ്ജക്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളത് പഠിക്കുകയാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളൊരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പറഞ്ഞുതരാം. പക്ഷെ ആ 3 കാര്യങ്ങൾക്ക് പോകേണ്ട രീതിയുണ്ട്. പക്ഷെ ആ 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൈ, ഹൗ, വാട്ട്. മനസ്സിലായി? ഇതാണ് 3 കാര്യങ്ങൾ. പക്ഷേ ഈ 3 കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? ഇവരെ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഏത് ഓർഡറിലാണോ, വെദർ വി ആർ മൂവിങ് ഫ്രം ബോട്ടം ടു ടോപ്പ് എന്ന് വെച്ചാൽ വാട്ട്, ഹൗ, വൈ അങ്ങനാണോ നമ്മൾ മൂവ് ചെയ്യുന്നത്, അതോ നമ്മൾക്ക് മൂവ് ചെയ്യേണ്ടത് വൈ, ഹൗ, വാട്ട് അങ്ങനാണോ നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഇതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. മനസ്സിലായി? അപ്പം കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നോർമലി ഏതൊരാളായിക്കോട്ടെ, മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്ന പാറ്റേൺ വാട്ട്, ഹൗ, വൈ ഇങ്ങനെ ആയിരിക്കും. ഫ്രം ബോട്ടം ടു ടോപ്പ് ആണ് അവർ ട്രാവൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തോ മിസ് കുറെ കാര്യങ്ങൾ എന്തുമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോർമലി നമ്മൾക്ക് എല്ലാവർക്കും ആപ്പിൾ കമ്പനി അറിയാം അല്ലെ? നിങ്ങളുടെ മിക്കവരുടെയും കയ്യിൽ ഐഫോൺ കാണും, മാക്ക് കാണും, പലരുടെയും കയ്യിൽ കാണും അല്ലെ? അപ്പൊ നമുക്ക് ആപ്പിൾ അല്ലാത്ത കുറേ വേറെ കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുണ്ടല്ലേ. ആപ്പിൾ ആദ്യമായിട്ട് അവിടെ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു അല്ലേ? അതെ. അപ്പൊ അല്ലാതെ കുറേ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മീൻസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ എന്തുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു നിൽക്കുന്നത്? അവരുടെ പ്രൊഡക്ട്സ് എന്താണ് ആൾക്കാർ ഇത്രയും അത് റിലീസ് ആകുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് റിലീസ് ആകുമ്പം ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു ഫസ്റ്റ് റിലീസിന് വേണ്ടി കാത്തിക്കുക, അപ്പൊ തന്നെ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി കാത്തിക്കുക. മനസ്സിലായി? ഇപ്പോഴും നമ്മൾ ചിലരുണ്ട് ഓൺലൈനിൽ അത് ലോഞ്ച് ആവുന്ന ആ സമയത്ത് തന്നെ നമ്മൾ റിവ്യൂ ഒന്നും നോക്കത്തില്ല. ബിക്കോസ് വി ബിലീവ് ഇൻ വാട്ട് ആപ്പിൾ പ്രൊഡ്യൂസസ് അല്ലേ? അതല്ലേ കൺസെപ്റ്റ്? അതെ. അപ്പം ആ ഒരു കമ്പനിയിൽ നിന്നും നമ്മൾ വേറൊരു സാധാരണ ഒരു കമ്പനിയിലോട്ട് പോയിക്കണം. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ആപ്പിൾ പ്രൊഡക്ട്സ് മേടിക്കുന്നത്, മറ്റുള്ള പ്രൊഡക്ട്സിനോടുള്ള ആ ഒരു ആകർഷണം എന്തുകൊണ്ടാണ് നമുക്ക് കുറവ്, അല്ലെങ്കിൽ അന്ന് നമ്മൾ എന്തുകൊണ്ടാണ് മേടിക്കാത്തത്? കാരണം എന്താണെന്ന് അറിയാം, അവരുടെ ഒരു അഡ്വർടൈസിങ് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ആർ മൂവിങ് അതർ ദാൻ ആപ്പിൾ. മിക്ക കമ്പനീസും മൂവ് ചെയ്യുന്നത് ഫ്രം ബോട്ടം ടു അപ്പ് ആണ്. ദാറ്റ് ഈസ് വാട്ട്, ഹൗ, വൈ എന്ന് പറഞ്ഞാൽ ആദ്യമേ അവർ പറയുന്നത് ഇപ്പൊ വാട്ട്, ഇതൊക്കെ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ യെസ്. അപ്പം വാട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ വിൽക്കുന്ന കമ്പനിയാണ്. അപ്പൊ അവരെന്ത് പറയും? വി പ്രൊഡ്യൂസ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ? ആദ്യമേ അവരുടെ ഒരു അഡ്വർടൈസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. വാട്ട് എന്ന് പറഞ്ഞാൽ വി പ്രൊഡ്യൂസ് കമ്പ്യൂട്ടേഴ്സ്, ഞങ്ങൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? യെസ്. ഹൗ, എങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കുന്നത്? ഞങ്ങൾ നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തൊരു കമ്പ്യൂട്ടറാണ്. മനസ്സിലായി? നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആണ്. ഓക്കെ യെസ്. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഡു യു വോണ്ട് വൺ? ഹേ, ഡു യു വോണ്ട് ടു പർച്ചേസ് വൺ? നിങ്ങൾക്ക് അത് മേടിക്കണം. അങ്ങനെയാണ് മിക്ക ആഡും കാണുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ ഒരു ടൂത്ത് പേസ്റ്റിന്റെ ആഡ് ആയിക്കോട്ടെ, മിക്ക ആഡുകളും കാണുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല അടിപൊളി കമ്പ്യൂട്ടേഴ്സ് ആണ്, നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്, നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ്, ടച്ച് സ്ക്രീൻ ആണ്, നിങ്ങൾക്ക് വേണോ? അപ്പൊ ആൾക്കാർക്ക് അതിനോട് വലിയൊരു താല്പര്യം കാണത്തില്ല. പക്ഷേ അതിന് പകരം ആപ്പിൾ പോലത്തെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരാദ്യമേ വോട്ടിൽ നിന്നല്ല അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൽ നിന്നാണെന്നറിയോ? ദേ വിൽ സ്റ്റാർട്ട് ഫ്രം വൈ, ഹൗ, വാട്ട്. അങ്ങനെയാണ് അവരുടെ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പം ആപ്പിൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? വാട്ട് എവർ വി ഡു ഓർ ബിൽഡ്, വി ബിൽഡ് വിത്ത് പാഷൻ. ഞങ്ങൾ പാഷനോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ത് കാര്യങ്ങളായിക്കോട്ടെ, വാട്ട് എവർ വി ബിൽഡ്, വി ഓൾവേസ് ബിൽഡ് തിങ്സ് വിച്ച് ചലഞ്ചസ് അതർ കോമ്പറ്റീറ്റേഴ്സ്. മറ്റുള്ളവരെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എന്തൊരു പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബിലീഫാണ്, അവരുടെ ഒരു വിശ്വാസമാണ്, ആപ്പിളിന്റെ ഒരു വിശ്വാസമാണ്, വാട്ട് എവർ വി ബിൽഡ് വിത്ത് പാഷൻ. മനസ്സിലായല്ലോ? ഞങ്ങളുടെ ആഗ്രഹത്തിന്, ഞങ്ങളുടെ ഒരു എന്താണ് ആ ബിലീഫിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? എന്നിട്ടാണ് അവർ ഹൗവിലോട്ട് പോകുന്നത്. എങ്ങനെ നിങ്ങളത് ഉണ്ടാക്കുന്നു? എങ്ങനെയാണ് ആപ്പിൾ ഉണ്ടാക്കുന്നത്? വി ബിൽഡ് വിത്ത് അവർ പാഷൻ ദ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ കമ്പ്യൂട്ടേഴ്സ്, ദ യൂസർ ഫ്രണ്ട്ലി കമ്പ്യൂട്ടേഴ്സ്. മനസ്സിലായല്ലോ? ഞങ്ങളുടെ പാഷനോടുകൂടി ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ എന്തുണ്ടാക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനുള്ള കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനി വേണോ? അപ്പൊ ആ ഒരു രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സമീപിക്കുമ്പോഴാണ് അവർ സക്സസ് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിലുള്ളതിനേക്കാട്ടിലൊക്കെ നമുക്ക് വിശ്വാസം ആപ്പിളിനോട് തോന്നും. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ഒരു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എവിടാണ്? എം സിഗ്മ ഗോകുലം എന്ന് പറയുന്ന ഒരു ടെക് കമ്പനിയാണ് അല്ലെ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അവിടുത്തെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എം സിഗ്മ ഗോകുലത്തിന് CEO ആയുള്ള മനസ്സാറിനൊരു ബിലീഫ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഹി വോണ്ട്സ് ടു ബിൽഡ് ദ നേഷൻ. ബിൽഡിംഗ് ദ നേഷൻ ആണ് അദ്ദേഹത്തിന്റെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ +2 കഴിഞ്ഞ് വന്നിട്ടുള്ള ടെൻഡർ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ അല്ലെ? യെസ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുക, സോ ദാറ്റ് യു കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. മനസ്സിലായല്ലോ? നിങ്ങൾ 4th ഇയർ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് യു ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനത്തെ ഒരു ബിലീഫ് അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ്, ആ ഒരു ബിലീഫിൽ ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു ബിലീഫ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വേണം നമ്മൾ എന്തിനേയും സമീപിക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? വി ഓൾവേസ് നീഡ് ടു സ്റ്റാർട്ട് വിത്ത് വൈ വി ആർ ലേണിംഗ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇപ്പൊ ഓൺടർപ്രണേഴ്സ് ആവാൻ പോകുന്നവർ വൈ വി നീഡ് ടു സ്റ്റാർട്ട് ദിസ്. അങ്ങനെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം നിങ്ങളെ, എന്നാൽ മാത്രമേ നിങ്ങൾ സക്സസിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇനി ഞാൻ അധികം സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന സബ്ജക്റ്റിന്റെ മെയിൻ കണ്ടന്റിലോട്ട് കടക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് വാട്ട് ഈസ് ഐഡിയേഷൻ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് വായിച്ചാലോ? യെസ്. ഐഡിയേഷൻ ഈസ് എ ലിറ്ററൽ ആക്ഷൻ ഓഫ് ഫോമിംഗ് ഐഡിയാസ് ഫ്രം ദെയർ കൺസെപ്ഷൻ ടു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. എന്താണ് ഐഡിയേഷൻ? ഒരു പുതിയ വാക്കാ. എന്താണ്? ഐഡിയാസിനെ ഉണ്ടാക്കുക, ജസ്റ്റ് അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഐഡിയനെ ജനറേറ്റ് ചെയ്യുകയാണ്. വി ആർ കൺസീവിങ് ആൻ ഐഡിയ. മനസ്സിലായല്ലോ? അതാണ് ഫ്രം ദെയർ കൺസെപ്ഷൻ. മനസ്സിലായല്ലോ? ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പോലെ തന്നെ വി ആർ ജനറേറ്റിംഗ് ആൻ ഐഡിയ. ആ ഐഡിയ ഒരു കുഞ്ഞൊരു ഐഡിയ ആയിരിക്കും. മനസ്സിലായല്ലോ? ആ ഐഡിയനെ ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആയിരിക്കും ആ ഒരു കുഞ്ഞ് ഐഡിയനുള്ളത്, ആ കുഞ്ഞ് ഐഡിയനെ നമ്മൾ റിയൽ വേൾഡുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഫൈനലി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഐഡിയേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഐഡിയേഷൻ ഈസ് എ ലിറ്ററൽ ആക്ഷൻ ഓഫ് ഫോമിംഗ് ഐഡിയാസ് ഫ്രം ദെയർ കൺസെപ്ഷൻ ടു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതിനെ ജനറേറ്റ് ചെയ്തു, അതിനെ ഈ പറയുന്ന റിയൽ വേൾഡുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യിപ്പിച്ചു. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ റിയൽ വേൾഡുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചെന്ന ഉദ്ദേശം എന്താ മിസ്സേ? ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ഐഡിയ ഒരു കുഞ്ഞൊരു കൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ അത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ അതിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഐഡിയനെ. അപ്പൊ കുറച്ചും കൂടെ നമ്മൾ അതിനെ എന്താണ്, ആ ഐഡിയനെ കുറച്ചും കൂടെ എന്താണ് ഇലാബറേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? എന്നിട്ട് അവരെ നമ്മൾ ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്യണം. Okay, yes. Ideas and the act of ideating can come from anyone tangentially or directly associated with a business or organization, including low-level employees, managers, customers, partners, and stakeholders. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കമ്പനി, അപ്പൊ ഞാനിവിടെ എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, പലരും ഈ ബിസിനസ്സിനെയും സ്റ്റാർട്ടപ്പിനെയും എന്താണ് ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് സെയിം ആണ്. അങ്ങനെയല്ല, സെയിം അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസിന്റെ കാര്യത്തിൽ, രണ്ടാമത് നമ്മുടെ സ്റ്റാർട്ടപ്സ്. ഇത് എം സിഗ്മ ഗോകുലം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അപ്പം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈക്ക് ഇപ്പം ഒരു ഹോട്ടൽ ഒരു ബിസിനസ് ആണ് അല്ലെ. ഇപ്പൊ ചിലപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഹോട്ടൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഒരു 3 സ്റ്റാർ ഹോട്ടൽ. ഓക്കെ അല്ലേ? ഒരു 3 സ്റ്റാർ ഹോട്ടൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അതൊരു ബിസിനസ് ആണ്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാരൊന്നും വേണ്ട. മനസ്സിലായല്ലോ? കുറച്ച് ആൾക്കാർ മതി. നമ്മളിപ്പോൾ ഒരു ഫാമിലി ഒരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ മതി.
അല്ലേ? അതെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ് ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങി കഴിയുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സെറ്റായി അതിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ബിൽഡിംഗ് അല്ല, ഹോട്ടലിന് വേണ്ടത് ആദ്യമേ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് വേണം, പിന്നെ കുറച്ച് കുക്ക് വേണം, നമുക്ക് റിസപ്ഷനിൽ ആള് വേണം, അല്ലെ, കൗണ്ടറിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിന് ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് തന്നെ നമ്മൾ അവിടുന്ന് പ്രോഫിറ്റ് എടുക്കാൻ നോക്കും. മനസ്സിലായല്ലോ? അതെ. പക്ഷെ സ്റ്റാർട്ടപ്സ് അങ്ങനല്ല. സ്റ്റാർട്ടപ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടെക്നോളജിക്കലി ഡ്രിവൺ ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും അവർ കൊണ്ടുവരുന്നത്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്ന്, നമ്മളിപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ക്രൈസിസ് ആണ്, അല്ലെ, ക്ലൈമറ്റ് ചേഞ്ചിലൂടെ കടന്നു പോവാണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ നോക്കിയാൽ, നമ്മൾ എത്രയൊക്കെ നോക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയെങ്കിലും എൻവയോൺമെന്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്. നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം യൂസ് കുറയ്ക്കാം. കാരണം നമുക്കറിയാം ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് കുഴപ്പമില്ല, പക്ഷേ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ലൈക്ക് നമ്മൾ ഈ പൊളിത്തീൻ കിറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പൊളിത്തീൻ തരത്തില്ല, അത് ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. അത് നമ്മൾ അവിടെയൊക്കെ ഉപേക്ഷിച്ചു, അത് മണ്ണിൻ്റെ അടിയിൽ അങ്ങനെ കടന്ന് ദ്രവിച്ച് അതങ്ങനെ തന്നെ കിടക്കും. അത് എൻവയോൺമെന്റിൽ ഭയങ്കരമായിട്ട് അത് ഡീഗ്രേഡബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ കിടന്ന് നമ്മുടെ എൻവയോൺമെന്റിനെ നശിപ്പിക്കുകയാണ്. പക്ഷെ അതിന് പകരം ഒരു ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്, ലൈക്ക് പേപ്പറിന്റെ പാക്കേജിംഗ് ഒക്കെ കൊണ്ടുവരും, അല്ലെ? അപ്പൊ അതൊക്കെ കുറച്ചുകൂടി ടെക്നോളജിക്കലി ഡ്രിവൺ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ്, ഞാനൊരു സ്റ്റാർട്ടപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സംഭവം, അങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആദ്യമേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ഈ കുറെ പ്രോഡക്ട്സ്, ഇപ്പൊ ഒരു പേപ്പർ ബാഗ് ആണെന്ന് വിചാരിച്ചു, പേപ്പർ ബാഗിന്റെ സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ കുറേ പേപ്പർ ബാഗ്സ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യമേ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ കസ്റ്റമേഴ്സിലോട്ട് എന്റെ പ്രോഡക്റ്റ് എത്തിച്ചേർക്കുക. ആദ്യത്തെ മോട്ടോ, ഒരു സ്റ്റാർട്ടപ്പിന്റെ മോട്ടോ എന്ന് പറയുമ്പോൾ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുമ്പോൾ they need to reach to the കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആൾക്കാർ ഒരു 10 പേരൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അവരുടെ വരുമാനത്തിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. അതിനു മുമ്പൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവർ പൈസ ഇങ്ങനെ ഇട്ടോണ്ടേയിരിക്കുവാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ മാത്രമാണ് ആൾക്കാർ അതിനെ സ്വീകരിച്ച് അതിനോടുള്ള വിശ്വാസത്താൽ അവർ പ്രൊഡക്ട്സിനെ മേടിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, ലൈക്ക് അവർ കമ്പനി. മനസ്സിലായല്ലോ? യെസ്. അത് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഫർദർ ആയിട്ട് നിങ്ങൾ പലയിടത്തും കാണാം. അപ്പോൾ ബിസിനസ്സും സ്റ്റാർട്ടപ്പും തമ്മിൽ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ പഠിപ്പിച്ച നോക്ക്, ഐഡിയാസ് ആൻഡ് ആക്ട് ഓഫ് ഐഡിയേറ്റിംഗ് ക്യാൻ കം ഫ്രം എനിവൺ ടാൻജൻഷ്യലി. മനസ്സിലായല്ലോ? ടാൻജൻഷ്യലി എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി കമ്പനി അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തവരായിരിക്കത്തില്ല, പുറമേ നിന്ന് ആരെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ എന്റെ വല്ല റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഞാനാണ് ബിസിനസ്സിലുള്ളത്, എന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർ ഡയറക്ട്ലി ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ല. അവരിൽ നിന്ന് നമുക്ക് ഐഡിയാസിനെ അല്ലെങ്കിൽ ഐഡിയാസ് ആൻഡ് ആക്ട് ഓഫ് ഐഡിയേറ്റിംഗ് അവരിൽ നിന്ന് വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ള ലോ ലെവൽ എംപ്ലോയീസ് തൊട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരെയിൽ നിന്ന് നമുക്ക് ഈ ഐഡിയാസിനെ എടുക്കാൻ പറ്റും, അല്ലെ? യെസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയേഷൻ അല്ലെങ്കിൽ ദ ആക്ട് ഓഫ് ഐഡിയേറ്റിംഗ് അല്ലെങ്കിൽ ദ ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് വെറുതെ ഒരു സിസ്റ്റത്തിന് മുമ്പിൽ ഇങ്ങനെ കുത്തിയിരുന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. മനസ്സിലായല്ലോ? യെസ്. നമ്മളൊരു ബിസിനസ്സിലാണ്, നമ്മുടെ എല്ലാ ആൾക്കാരെയും വിളിച്ച്, നമ്മുടെ ബിസിനസ് എക്സിക്യൂട്ടീവ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മുടെ എംപ്ലോയീസിനെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് നടത്തും. എന്ന് പറയുമ്പോൾ അവരെ ഇങ്ങനെ അവരുടെ ബുദ്ധിനെ മാക്സിമം ഉപയോഗിക്കുക. എന്ത് നല്ല ഐഡിയ. ഇപ്പൊ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടാ നമ്മുടെ ബിസിനസ് കുറച്ച് ഡള്ളാ, നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ആ ഒരു ഐഡിയ നിങ്ങൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് ഫൈനലി ആയിരിക്കും നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമുക്ക് സാധിക്കത്തില്ല. മനസ്സിലായി? നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഓൺലൈൻ സെഷൻസിനെക്കാളും ഓഫ്ലൈൻ സെഷൻസ് നടത്തുക. മനസ്സിലായി? അങ്ങനത്തെ സെഷൻസ് നടത്തുക, സെമിനാറുകൾ നടത്തുക. കണ്ടല്ലോ? അതെ, സെമിനാറുകൾ നടത്തുക. എന്നിട്ട് തന്നെ നമ്മൾ ഒരു ഓഫീസിലുള്ളവരുടെ ടീം ഇങ്ങനെ ബിൽഡ് ചെയ്യുക, 5 ടീംസ് ആക്കി ബിൽഡ് ചെയ്യുക. ആരുടെ ഐഡിയാസ് ആണ് നല്ലതെന്നുള്ള രീതിയിൽ. മനസ്സിലായി? അങ്ങനെ ഓരോരുത്തർക്കും ഇത്രയും സമയം കൊടുക്കും. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഐഡിയ ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾ ഐഡിയാസിനെ കൊണ്ടുവരുന്നുണ്ടോ, എന്നിട്ട് എല്ലാ ടീം മെമ്പേഴ്സ് അങ്ങനെ നോക്കും. അങ്ങനെ പല ടീംസ് കാണും. അങ്ങനെ ഓരോ ടീമുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കും. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് എന്ന് പറയുമ്പോൾ നല്ലോണം തല ഇങ്ങനെ പുകച്ച് ചിന്തിക്കുക. മനസ്സിലായി? അങ്ങനത്തെ സെഷൻസ് നടത്തും. അങ്ങനെയാണ് ഐഡിയാസ് ജനറേറ്റഡ് ആവുന്നത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ദ ഐഡിയേഷൻ പ്രോസസ്സാണ്.
മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഐഡിയാസ് എവിടെ നിന്നൊക്കെ വരുന്നു, എങ്ങനെയാണ് ഐഡിയാസ് വരുന്നത്, എങ്ങനെയാണ് ബൈ ദ റിസൾട്ട് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, ഓൺലൈൻ ഫോറംസ്, സെമിനാർസ്, ടീം ബിൽഡിംഗ് എക്സസൈസസ്, സർവേസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. മനസ്സിലായി, അവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് എന്തെടുക്കാം, ഐഡിയാസിനെ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഐഡിയേഷൻ പ്രോസസ്സിന്റെ ഒരു ഫ്ലോ എന്ന് പറയാം. ആദ്യമേ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചു. ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫൈ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാൻ, പലരും യൂട്യൂബൊക്കെ കാണുന്നവരാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഈ കരിക്കെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അറിയായിരിക്കും അല്ലേ. അതെ, നമ്മളെല്ലാവരും, എനിക്ക് അവരുടെ വെബ് സീരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു തേരാപ്പാര എന്ന് പറയുന്ന ആ വെബ് സീരീസിനകത്ത് ശരിക്കും പറഞ്ഞ എന്താണ്, അവരെന്താണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അത്രയും മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. മനസ്സിലായല്ലോ. അവർക്കൊന്നും അറിയത്തില്ല. സ്റ്റാർട്ടപ്പ് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നിലാണ് അവർ ഐഡിയ. എന്താണ്, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ, ഇങ്ങനെ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ്, നമ്മളൊന്ന് റോഡിലോട്ട് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കണം, ദൂരെ നോക്കണം, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. മനസ്സിലായല്ലോ. എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവിടെ നടക്കുന്നത്, സമൂഹത്തിൽ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതിന് പരിഹാരമായിട്ട് വേണം നമ്മൾ ഐഡിയാസ് കൊണ്ട് ചെല്ലാൻ. മനസ്സിലായല്ലോ. അല്ലാതെ വെറുതെ ഒരു 5 പേര് കുത്തിയിരുന്ന് നമുക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, എന്നാ നിന്റെ അഭിപ്രായം എന്താണ് നിനക്കുള്ള ഐഡിയാസ് അങ്ങനല്ല വരുന്നത്. ഐഡിയാസ് എപ്പോഴും വരുന്നത് എങ്ങനെയാണ്, ഒരു പ്രോബ്ലം വരുമ്പോഴാണ്. മനസ്സിലായല്ലോ. അതിനാണ് നമ്മൾ ദൂരെ നിന്ന് വാച്ച് ചെയ്യുവാണ്, നമ്മൾ സമൂഹത്തിനെ വാച്ച് ചെയ്യുവാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായല്ലോ. യെസ്, അങ്ങനാണ് ഐഡിയാസ് ജനറേറ്റഡ് ആവുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഐഡിയേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പൊ പ്രശ്നം കണ്ടെത്തി, എന്നിട്ട് ആ പ്രശ്നത്തിന്മേൽ നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തണം. മനസ്സിലായല്ലോ. യെസ്, എന്നിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പ് ആൻഡ് റിഫൈൻ ഐഡിയാസ്. അപ്പൊ നമ്മൾ കുറേ പേരുണ്ട്, മനസ്സിലായി, ഒരു 10-20 പേരുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മുടെ മാക്സിമം വെച്ചിട്ട് ചിന്തിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും, ഇപ്പൊ ഒരു 10 മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മെമ്പറിന്റെയും അഭിപ്രായം കേൾക്കണം നമ്മൾ. മനസ്സിലായി, ഓരോ മെമ്പറിന്റെ അഭിപ്രായം കേട്ടിട്ട് ഏറ്റവും റിഫൈൻഡ് ആയിട്ട്, എന്താണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തണം. മനസ്സിലായല്ലോ. യെസ്, എന്നിട്ട് കാറ്റഗറൈസ് ആൻഡ് പ്രയോറിറ്റൈസ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കുറെ ഐഡിയാസ് കാണും, അത് ഞാൻ പറഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഒന്നത്തിലേക്ക് കൊണ്ട് റിഫൈൻ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കൺസെപ്റ്റുകൾ കാണും. ഇപ്പൊ ഒരു പ്രശ്നത്തിന് കുറേ പരിഹാരങ്ങളുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇപ്പം നിലവിൽ ഈ ഒരു സമയത്ത് എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴും ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഐഡിയാസിനെ. മനസ്സിലായല്ലോ. എന്നിട്ട് അതിനെ എടുത്തിട്ട് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ഈ ഒരു സ്റ്റെപ്പിനകത്ത് ഫോളോ അപ്പ് ആണ്. മനസ്സിലായല്ലോ. എല്ലാ പരിപാടികളും ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ആൾക്ക് ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാം ചെയ്ത് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ഒക്കെ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേക്കും എന്നാ പിന്നെ നമുക്ക് അടുത്ത ബിസിനസ്സിലൂടെ, അന്ന് വളർന്നു വരുന്നത് പോലും ഉണ്ടാവത്തില്ല, തുടങ്ങിയിട്ടേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴത്തേക്കും 1-2 ദിവസത്തെ ഇൻകം കാണാം, എന്നാ പിന്നെ അടുത്ത ബിസിനസ് തുടങ്ങും. അപ്പൊ എന്താണ്, അടുത്ത ബിസിനസ്സിലോട്ട് പോയി ഈ ബിസിനസ് ഇവിടെ കുഴിയിൽ കിടക്കും, അതിനെ ഫോളോ അപ്പ് ചെയ്യത്തില്ല. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, ഇതും നശിക്കും, ഇനി തുടങ്ങാൻ പോകുന്നതും നശിക്കും. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും, ആരാണ് ഇവിടെ ഓൺട്രപ്രണേഴ്സ് ആവുന്നത്, ആരാണ് ഓൺട്രപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം ചിന്തിക്കേണ്ട കാര്യം, ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു, ഐഡിയാസ് വന്നു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു, എല്ലാം ചെയ്തു. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് എ ഫോളോ അപ്പ്, തകർന്നു അത്. മനസ്സിലായി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോളോ അപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവർക്കും ഐഡിയേഷൻ എന്താന്ന് മനസ്സിലായല്ലോ. യെസ്, അപ്പം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പറയുമ്പോഴത്തേക്കും ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐഡിയേഷൻ ഈസ് എ ലിറ്റിൽ ആക്ഷൻ ഓഫ് ഫോമിങ് ഐഡിയാസ് ഫ്രം ദർ കൺസംഷൻ ടു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. മനസ്സിലായാലും. ഇത് നിങ്ങൾ എഴുതിയില്ല, ഇത്രയും ഭാഗം നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആക്ച്വൽ ഐഡിയേഷൻസ് ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, ഓൺലൈൻ ഫോറംസ്, സെമിനാർസ്, ടീം ബിൽഡിംഗ് എക്സെട്ര. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഞാൻ ശരിക്കും നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി മാത്രമായിട്ടുള്ള പോയിന്റ് എഴുതി അല്ല ഞാൻ PPT കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല.
മനസ്സിലായി? ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. മനസ്സിലായല്ലോ? ഈ ഫിൽട്ടർ ഔട്ട് ചെയ്യുക എന്ന് ഒരു കുട്ടിക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ്, ആ കൺസെപ്റ്റിനെ പറ്റി അത്യാവശ്യം നല്ല വിവരം വേണം. മനസ്സിലായല്ലോ? എന്നാൽ മാത്രമേ ഫിൽട്ടർ ഔട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഏത് ഒരു പാരഗ്രാഫ് തന്നാൽ ആ പാരഗ്രാഫിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാരഗ്രാഫ് മൊത്തം മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മൂന്നാമത് ഐഡിയേഷൻ പ്രോസസ്. ഇതെല്ലാം കൂടെ ഫൈനലി നമ്മൾ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായോ? ഐഡിയേഷൻ മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നോക്കിക്കേ, there are no bad ideas mindset, അല്ലെ? ഇപ്പൊ നമ്മൾ പറയും ഒന്നും മോശമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു 10 മെമ്പേഴ്സ് ഇരുന്നിട്ടാണ് നമ്മൾ എന്താണ് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എടാ പൊട്ട, ഇത് എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഒരിക്കലും അങ്ങനെ നമ്മൾ ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാം. ഓക്കെ, ഇത് ഇപ്പോഴത്തേക്ക് പ്രസന്റ്ലി റെലവെന്റ് അല്ല എന്ന് നമുക്ക് പറയാം. അല്ലാതെ ഒരിക്കലും ഒരു ഐഡിയ ബാഡ് ഐഡിയ എന്നില്ല. ഏതെങ്കിലും ഐഡിയ മറ്റേതുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഇറ്റ് ക്യാൻ കം ഔട്ട് ബ്യൂട്ടിഫുൾ. മനസ്സിലായി? യെസ്. അപ്പൊ there are no bad ideas mindset. By being bold and curious, participants can challenge held beliefs and explore possibilities past these obstacles. എന്താണ് പറയുന്നത്? നമുക്ക് പലർക്കും ഒരു പേടിയുണ്ടാവും. ഇപ്പൊ നിലവിലത്തെ ഒരു ഒരു ആചാരങ്ങൾ പോലെ, ലൈക്ക് ഇപ്പൊ നിലവിൽ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ട്രഡീഷണൽ കാര്യങ്ങളെ അനക്കുക, അതിനെ ഇളക്കുക, എന്നിട്ട് അതിന്റെ പുറത്ത് നിന്ന് വേറെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ബീയിങ് ആൻ ഓൺട്രപ്രണർ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾ എന്തായിരിക്കണം? ഭയങ്കര ബോൾഡ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കൺസെപ്റ്റിൽ നിന്നും മാറി അവർ പോസിബിലിറ്റീസിനെയൊക്കെ ചിന്തിക്കണം. മനസ്സിലായി? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ പോകുന്നത് യൂബർ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടാ. ഓക്കെ അല്ലെ? ഓല അല്ലെങ്കിൽ യൂബർ. പണ്ടൊക്കെ നമ്മൾ പരിചയമില്ലാത്തവരുടെ കൂടെ ഒന്നും നമ്മൾ എവിടെയും പോകത്തില്ല, അല്ലെ? സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ എവിടെയും പോകരുത്. അങ്ങനല്ലേ നമ്മൾ കുഞ്ഞിലെ തൊട്ട് പിന്നെ വളർന്നായാലും നമ്മൾ പഠിക്കുന്ന നമുക്ക് അറിയാവുന്നവരുടെ കൂടെ പോവുക, അല്ലെ? നമ്മളൊക്കെ പണ്ട് ഓട്ടോയിൽ മാത്രം, നമുക്ക് അറിയാവുന്ന ഓട്ടോയിൽ മാത്രം സഞ്ചരിക്കുക. നമ്മൾ ബസ്സിലായാലും ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? എവിടെയോ കിടക്കുന്ന ഒരു ഡ്രൈവറിനെ, അല്ലെ, അയാളുടെ വണ്ടി നമ്മൾ ബുക്ക് ചെയ്യുന്നു, നമ്മൾ ആ വണ്ടിയിൽ കയറി പോകുന്നു. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടുന്ന കുറച്ച് നോംസുകളെ തെറ്റിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ടാണ് അങ്ങനത്തെ സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതിനെന്താണ്? നമ്മൾ ബോൾഡ് ആവണം. മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണ് കാലം പൊയ്ക്കോണ്ടെങ്കിൽ. പണ്ടും നമ്മൾ അങ്ങനെ അല്ലായിരുന്നു, അല്ലെ? ഇതൊക്കെ ഭയങ്കര വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ നിങ്ങൾക്കിപ്പോ തോന്നി ഇതിനൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യം എന്തിരിക്കുന്നത്? അങ്ങനല്ല. ഒരു അൺനോൺ പേഴ്സന്റെ ഒപ്പം യാത്ര ചെയ്യുക പണ്ട് അൺഇമാജിനബിൾ ആയിരുന്നു. മനസ്സിലായല്ലോ? അതാണ് ഇപ്പോഴത്തെ ജനറേഷൻ, നിങ്ങൾക്ക് ഇതൊക്കെ പുതുമയായിരിക്കും. വൈ? ഞങ്ങൾ യൂബറിലോ ഓലയിലൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പഴയ ഒരു ജനറേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നോക്കിക്കേ, ടീം മെമ്പേഴ്സ് ഷുഡ് ടേക്ക് ഈച്ച് അതേഴ്സ് ഐഡിയാസ് ആൻഡ് ബിൽഡ് ഓൺ ദം. മനസ്സിലായി? ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ഫൈൻഡ് വേസ് ടു ലിങ്ക് കൺസെപ്റ്റ്. അവന്റെ എല്ലാവരുടെയും ഐഡിയാസും കൂടെ ലിങ്ക് ചെയ്ത് നല്ലൊരു ഐഡിയയിലോട്ട് കൊണ്ടെത്തിക്കുക, ഒരു കൺസെപ്റ്റിലോട്ട് കൊണ്ടെത്തിക്കുക. എന്നിട്ട് ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക. ആൻഡ് ഫ്ലിപ്പ് സീമിംഗ്ലി ഇമ്പോസിബിൾ നോഷൻസ് ഓവർ ടു റിലീവ് ന്യൂ ഇൻസൈറ്റ്. മനസ്സിലായല്ലോ? എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പലതിനെയും മറികടന്ന് ചിന്തിക്കണം. മനസ്സിലായല്ലോ? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത് ഈ നാട്ടിൽ ഫോളോ ചെയ്ത് വരുന്ന കൾച്ചറും ട്രഡീഷനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പുതുതായിട്ടുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ നാട്ടിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഐഡിയേഷൻ allow companies to become innovative or remain competitive by increasing the likelihood of new product rollouts, increased customer acquisition and superior financial performance. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാ, എന്താണ് മിസ്സേ ഇന്നോവേഷൻ? അത് പറഞ്ഞുതരാം. ബട്ട് ഇവിടെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇന്നോവേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇന്നോവേഷൻ എന്നുള്ളത് നോക്കിക്കാൻ, നമ്മളൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞാനൊരു ബേക്കറി അങ്ങോട്ട് തുടങ്ങി. പിന്നെ ആ ഒരു ബേക്കറി തുടങ്ങി അങ്ങനെ കൊണ്ട് നടന്നു. ഒരു തരത്തിൽ പുതുമയൊന്നും കൊണ്ടുവരാതിരുന്ന അതങ്ങ് നശിക്കും. മനസ്സിലായല്ലോ? കാരണം എന്താണ്? നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കളിക്കാനായിട്ട്. മനസ്സിലായി? എപ്പോഴും നമ്മുടെ ആധിപത്യം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ വന്നോണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ പണ്ടൊക്കെ
നമ്മൾ ഹോട്ടലിൽ ചെന്നിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഹോട്ടൽ നമുക്ക് ഇങ്ങോട്ടൊന്നും കൊണ്ട് ഭക്ഷണം തന്നിട്ടില്ല. മനസ്സിലായല്ലോ? പണ്ടൊക്കെ ഞാനുള്ള സമയത്ത് അങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്താ, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ കാണുന്നുണ്ട് അല്ലെ? വീട്ടിൽ ഓൺലൈൻ ഡെലിവറി ആണല്ലേ, എന്ത് ഫുഡ് ഓർഡർ ചെയ്യുന്ന നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്താണ്, കുറച്ച് ഹോട്ടൽസുകൾ മാത്രമേ സ്വിഗ്ഗിയും, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 60% കണക്കാക്കിക്കോ. ഒരു 60% ഹോട്ടൽസ് മാത്രമാണ് സ്വിഗ്ഗിയും സൊമാറ്റോ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള. ബാക്കി 40% എന്ത് ചെയ്തു, സ്വിഗ്ഗി സൊമാറ്റോയുടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്ത് കൊണ്ടുവന്നു, അവരുടെ സ്വന്തമായിട്ടുള്ള ഓൺലൈൻ ഡെലിവറി കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? യെസ്. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ ആയിട്ട് ഇടപെടുന്ന നഷ്ടക്കച്ചവടമാണ് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായി? ഈ സ്വിഗ്ഗി സൊമാറ്റോ ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള ഹോട്ടലുകൾ ഉണ്ടാവും. അവർ ശരിക്കും അവരുടെ ഒറിജിനൽ പ്രൊഡക്റ്റിന് ഒരു റേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 100 rupeesന്റെ ഒരു ഫുഡ് ആയിരിക്കും. പക്ഷെ അവർ ഈ സ്വിഗ്ഗി സൊമാറ്റോ ആയിട്ട് ലിങ്ക് ആയി കഴിയുമ്പോൾ അതിനെക്കാട്ടി വില കുറഞ്ഞ് വേണം സ്വിഗ്ഗിക്കാർക്ക് ആ ഫുഡ് കൊടുക്കാൻ. എന്നാൽ മാത്രമേ സ്വിഗ്ഗി അവരുമായിട്ട് ലിങ്ക് ആവത്തുള്ളൂ. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ഹോട്ടൽക്കാർ ആലോചിക്കുന്നത് നമുക്ക് കൂടുതൽ എന്ത് വരും, കൂടുതൽ ഓർഡേഴ്സ് വന്നു കഴിയുമ്പോൾ നമുക്കത് ശരിയാക്കാൻ പറ്റും. എന്താ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 100 രൂപയുടെ പ്രൊഡക്റ്റ് സ്വിഗ്ഗി ചിലപ്പോൾ 50 rupeesനായിരിക്കും അവരിൽ നിന്ന് മേടിക്കുന്നത്. ഇവർ നമുക്ക് ചാർജ് ചെയ്യുന്നത് ചിലപ്പോൾ 110 rupees ആയിരിക്കും. ബാക്കിയെല്ലാം ഈ സ്വിഗ്ഗിക്കാരാണ്, അവരാണ് കൂടുതലും ലാഭിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ഹോട്ടലുകാർ ഇവരുമായിട്ട് ചേരത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ, എങ്ങനത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ആൾക്കാർക്ക് അവിടെ പോയി കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇവിടെ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കഴിച്ചോളാം, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഇപ്പൊ എല്ലാവർക്കും ഒറ്റയ്ക്ക് ഇരുന്നുള്ള ഒറ്റയ്ക്കുള്ള കമ്പനിയാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലെ? അതെ. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് ഹോട്ടലുകാർ എന്ത് ചെയ്യണം, ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കും ഓൺലൈൻ ഡെലിവറി കൊണ്ടുവന്നിരിക്കണം. അങ്ങനെയാണ് പലരും ഇപ്പൊ ഓൺലൈൻ ഡെലിവറി പല തരത്തിലെ കാര്യങ്ങൾ, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വന്നേക്കുന്നത്. സോ ദാറ്റ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? അപ്പം അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, ഇതൊന്നും ചിന്തിക്കുന്നില്ല. പണ്ടിട്ട പോലെ തന്നെ പണ്ടത് എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുവാണെന്നുണ്ടെങ്കിൽ നശിച്ചു. അപ്പം ഐഡിയേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, കോമ്പറ്റീറ്റേഴ്സിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ദാറ്റ്സ് വൈ ഐഡിയേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പം ഇവിടെ ഇന്നോവേഷൻ എന്നുള്ളൊരു കാര്യം വന്നു. അതിനുവേണ്ടി ഇന്നോവേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്നോവേഷൻ. എവിടെയും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പുതിയൊരു ഐഡിയയാണ് നമ്മൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇൻവെൻഷൻ റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് സംതിങ് എൻറ്റയർലി ന്യൂ. അതൊരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആവാം, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആവാം ദാറ്റ് ഡിഡ്ന്റ് ഈവൻ എക്സിസ്റ്റഡ് ബിഫോർ. പണ്ടൊന്നും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു പുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ്, ഒരു ഐഡിയ എങ്കിലും ആവാം. അതിനെയാണ് നമ്മൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. It's a spark of creativity that brings forth a new idea into the world. മനസ്സിലല്ലോ? ലോകത്തേക്ക് ഒരു പുതിയൊരു ഐഡിയനെ കൊണ്ടുവരുന്ന കാര്യമാണ് ഇൻവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ ഇൻവെൻഷൻ, വൺ ഓഫ് ദ, നമുക്ക് ഏറ്റവും വലിയ ഇൻവെൻഷൻ, എല്ലാ ഇൻവെൻഷൻ നമ്മൾ പണ്ട് കാണുന്ന എല്ലാ ഇൻവെൻഷനുകൾക്കും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് റൈറ്റ് ബ്രദേഴ്സ് ആണ്. മനസ്സിലായല്ലോ? ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് സ്വന്തമായിട്ട്, മനസ്സിലായാലും ഇവരെ സഹായിക്കാൻ അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായാലോ? യെസ്. ഈ റൈറ്റ് ബ്രദേഴ്സ് എന്ത് ചെയ്തു, ഇൻവെന്റ് ചെയ്തു ആദ്യത്തെ എയർപ്ലെയിൻ. അവർ തന്നെ ഇൻവെന്റ് ചെയ്തു, അവർ തന്നെ ബിൽഡ് ചെയ്തു, അവർ തന്നെ ഫ്ലൈ ചെയ്തു. മനസ്സിലായല്ലോ? എന്നിട്ടാണ് പിന്നെ ലോകം അതിലോട്ട് പോയത്. മനസ്സിലായല്ലോ? അത്രയ്ക്കും ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരാണ്, അവരാണ് ഇൻവെന്റ് ചെയ്തത്. മനസ്സിലായല്ലോ? തോമസ് ആൽവ എഡിസൺ ഇൻവെന്റഡ് ദ ഫസ്റ്റ് ലൈറ്റ് ബൾബ്. മനസ്സിലായല്ലോ? അതൊക്കെയാണ് ഇൻവെൻഷൻ. അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പം ഇൻവെൻഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പം നെക്സ്റ്റ്, ദ പവർ ഓഫ് ഇന്നോവേഷൻ. മിസ് പറഞ്ഞാൽ ഇൻവെൻഷനിലൂടെ മാത്രമേ നമുക്ക് ഇന്നോവേഷനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. യെസ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ പീറ്റർ ഡ്രക്കർ, ഒരു ഓഥറാണ്, ഒരു കൺസൾട്ടന്റ് ആണ്, ഫേമസ് ആയിട്ടുള്ള ആളാണ്. ആള് പറഞ്ഞ ഒരു തോട്ടാണ്, ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഇൻ ടൈംസ് ഓഫ് ടർബുലൻസ് ഇസ് നോട്ട് ദ ടർബുലൻസ്, ഇറ്റ് ഈസ് ടു ആക്ട് വിത്ത് യെസ്റ്റർഡേസ് ലോജിക്. ഞാൻ ഈ തൊട്ട് മുമ്പ് ആ ഹോട്ടലിന്റെ എക്സാമ്പിൾ പറഞ്ഞതാ. ഒരു വലിയൊരു പേമാരി വന്നപ്പം ആ പേമാരി അല്ല പ്രശ്നം, ഇന്നലെ വന്ന മഴയത്ത് എങ്ങനെ ആക്ട് ചെയ്തു അതുപോലെ തന്നെ പേമാരിയിൽ ആക്ട് ചെയ്താൽ അവനൊരു മണ്ടനാണ്. മനസ്സിലായോ? യെസ്. പണ്ട് ഹോട്ടൽ ഉണ്ടാക്കി, ആ ഹോട്ടലിനകത്ത് ഒരു പുരോഗമനം ഇല്ലാതെ നടന്നാൽ അത് നശിച്ചു. അതാണ് ഇന്നോവേഷന്റെ കൺസെപ്റ്റ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ഹോട്ടൽ വന്നു, അത് ഹോട്ടൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതിനകത്ത് ഓൺലൈൻ ഡെലിവറി കൊണ്ടുവരിക, സോ ദാറ്റ് മാർക്കറ്റുമായിട്ട് പിടിച്ചു നിൽക്കുക. അതൊക്കെയാണ് ഇന്നോവേഷൻ ഐഡിയാസ്, ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? യെസ്.
Innovation is a driving force of today's world. Innovation is a driving force that propels progress. മനസ്സിലായല്ലോ? ഒരു വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടാവണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു റൈറ്റ് ബ്രദേഴ്സ് എയർപ്ലെയിൻ ഇൻവെന്റ് ചെയ്തു. ഇപ്പോഴും റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റ് ചെയ്ത പ്ലെയിനിലാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്? അല്ല, അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നോവേഷൻസ് നടന്നിട്ടുണ്ട്. മനസ്സിലായി? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക. മനസ്സിലായല്ലോ? ആ ഇന്നോവേഷൻ ഉണ്ടായാലേ നമുക്ക് വളർച്ച ഉണ്ടാവത്തുള്ളൂ. ഇറ്റ് ഇൻവോൾവ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഐഡിയാസ് ഇൻ ടു വാല്യൂബിൾ സൊല്യൂഷൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ അപ്രോച്ചസ് ടു ചലഞ്ചസ്. മനസ്സിലായല്ലോ? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയക്കകത്ത് നമ്മൾ എന്തുകൊണ്ടുവരാം? എന്തെങ്കിലും തരത്തില് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം. മനസ്സിലായി? ന്യൂ അപ്രോച്ചസ് കൊണ്ടുവരാം. മനസ്സിലായല്ലോ? എന്നാൽ മാത്രമേ നമുക്ക് ചലഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിക്കേ, പണ്ടത്തെ ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു വീൽ. മനസ്സിലായല്ലോ? അതൊരു ഇൻവെൻഷൻ ആണ് വീൽ എന്ന് പറഞ്ഞാൽ, അല്ലേ? അതെ. അത് കഴിഞ്ഞ് നമ്മളത് വണ്ടികൾ ഏറ്റെടുത്തു, അല്ലേ? യെസ്, വണ്ടികൾ ഏറ്റെടുത്തു. അപ്പൊ ഇപ്പോഴത്തെ പുതിയ പുതിയ വണ്ടികൾക്കകത്ത് എന്താണ്? പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഫീച്ചേഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അതൊക്കെ തന്നെ ഇന്നോവേഷൻ ആണ്, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. മനസ്സിലായോ? യെസ്, പല തരത്തിലെ ഇന്നോവേഷൻസ് ആണ് ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കൊണ്ടുവരുന്നത്. എന്തിന്? മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ തകർന്നു. മനസ്സിലായോ? യെസ്. അപ്പൊ ഇന്നോവേഷൻ ഈസ് എബിലിറ്റി ടു സീ ചേഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി, നോട്ട് എ ത്രെട്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാര്യം എന്നറിയോ? നോക്കിയ പണ്ട് വമ്പനായിരുന്നു, വമ്പൻ രാജാവായിരുന്നു. ഇപ്പൊ നോക്കിയ എവിടെയെങ്കിലും ഉണ്ടോ? തകർന്നു. കാരണം എന്താ? ബാക്കിയുള്ളവർ കൊണ്ടുവന്ന മാറ്റം പിടിച്ചു നിൽക്കാനായില്ല. അതിൻ്റെ ഒപ്പം ആ തിരക്കൊപ്പം എന്താണ്? പിടിച്ചു നിൽക്കാനായില്ല, ഒഴുകിപ്പോയ അയാള്. നോക്കിയ ഒരു എക്സാമ്പിൾ. ബ്ലാക്ക്ബെറി എവിടെ പോയടാ? ഫോണൊന്നും കാണാൻ കൂടിയില്ല. നമ്മൾ പല ഫോണുകളും വന്നിട്ടുണ്ട്. അവർക്ക് എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എന്താണ്? പെട്ടെന്ന് ഇപ്പൊ പണ്ടെന്താണ്? വെറും കീപാഡ് ആയിരുന്നു. ടച്ച് സ്ക്രീൻ വന്നൊരു മാറ്റം വന്നപ്പോൾ അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെയാണ് പലതും തകർന്നു പോകുന്നത്. അപ്പം ഇന്നോവേഷൻ ഈസ് എബിലിറ്റി ടു സീ ചേഞ്ച് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. നോക്കി അങ്ങനത്തെ ഒരു ചേഞ്ചിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിരുന്നെങ്കിൽ അവർക്ക് തകർച്ച വരുത്തില്ലായിരുന്നു. അതൊരു ഭീഷണിയല്ല. അയ്യോ ദൈവമേ, സ്വിഗ്ഗിയും സൊമാറ്റോയും വന്നിനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പേടിച്ച് നിന്നാൽ ആ ഹോട്ടല് പൂട്ടി. അതിന് പകരം നമുക്കും ഓൺലൈൻ ഡെലിവറി കൊണ്ടുവരാം, നമുക്കും ഡിസ്കൗണ്ടുകൾ കൊണ്ടുവരാം, നമുക്കും പല ഓഫറുകൾ കൊണ്ടുവരാം. മനസ്സിലായല്ലോ? ഒരു മീൽസ് കൊടുക്കുമ്പോൾ കൂടെ പായസം ഫ്രീ. ആൾക്കാർ വരും. അങ്ങനാണ് നമ്മൾ മാർക്കറ്റിനെ കീഴടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. And to leverage frameworks that guide our creativity, collaboration and strategic focus. മനസ്സിലായല്ലോ? അപ്പൊ innovation is ability to see change as an opportunity, not a threat, and to leverage frameworks that guide our creativity. നമ്മുടെ ആവിഷ്കാരങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രെയിംവർക്സ് കൊണ്ടുവരണം. നമ്മൾ പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായല്ലോ? അങ്ങനാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. ഇന്നോവേഷൻ ഈസ് എ ക്രിട്ടിക്കൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സക്സസ് ഇൻ ടുഡേസ് റാപ്പിഡ്ലി ഇവോൾവിംഗ് വേൾഡിൽ. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. It's no longer a luxury but a necessity for organizations to stay relevant, competitive and impactful. മനസ്സിലായല്ലോ? അങ്ങനെ ഓർഗനൈസേഷൻസ് ഭയങ്കരമായിട്ട് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസുമായിട്ട് വന്നാൽ മാത്രമേ അവർക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. അത് തന്നെയാണ് മൊത്തത്തിൽ പറയുന്നത്. ഒരു സാധനം ഇൻവെന്റ് ചെയ്തു, വീൽ ഇൻവെന്റ് ചെയ്തു, പിന്നെ അതിനകത്ത് വെറുതെ ഒരു പുരോഗമനം ഇല്ലാന്ന്, വെറുതെ എന്താണ് ടയർ നമ്മൾ എന്താണ് ജസ്റ്റ് നോർമലി പണ്ട് നമ്മൾ കളിക്കത്തില്ലേ, കമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചോടിച്ച് നടന്ന കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മൾ വണ്ടികളിൽ കൊണ്ടുവന്നു. ആ വണ്ടികളിനകത്ത് പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നു. എല്ലാം തന്നെ ഇന്നോവേഷനാണ് ബാക്കിയുള്ളത്. മനസ്സിലായോ? യെസ്. അതാണ് ഈ ഒരു സെഷനിൽ എനിക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് ഐഡിയേഷൻ, വാട്ട് ഈസ് ഇൻവെൻഷൻ ആൻഡ് വാട്ട് ഈസ് ഇന്നോവേഷൻ. മനസ്സിലായല്ലോ? ഞാൻ ഈ സെഷനിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്രെയിംവർക്സ് ഫോർ ഇന്നോവേഷൻ. ഓക്കെ, യെസ്. നമ്മൾ ഓൾറെഡി ഇന്നോവേഷൻ എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രെയിംവർക്സ് ഫോർ ഇന്നോവേഷൻ ആണ്. അതിനകത്ത് ടോപ്പ് 10 ഇന്നോവേഷൻ ഫ്രെയിംവർക്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യമേ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ ആണ്. നമുക്ക് വായിക്കാം എന്നിട്ട് കൺസെപ്റ്റിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ദ ടേം ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ് മെയ്ഡ് ടു എ കമ്പനീസ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്.
ഓക്കെ, മനസ്സിലായല്ലോ. ഓൾറെഡി ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് മേൽ കുഞ്ഞു ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം, ഇന്നോവേഷൻസ് കൊണ്ടുവരാം. മനസ്സിലായി, അതിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ജനറലി ദീസ് ലോ കോസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ് ഹെൽപ്പ് ഫർദർ ഡിഫറൻഷിയേറ്റ് എ കമ്പനി ഫ്രം ദ കോമ്പറ്റീഷൻ വൈൽ ബിൽഡിംഗ് ഓൺ കറന്റ് ഓഫറിംഗ്സ്. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ വലിയ കോസ്റ്റ് എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല, ലോ കോസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ് ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഈവൻ ദോ അത് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ കൂടി. മനസ്സിലായല്ലോ, അതാണ് ഈ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ. അപ്പൊ നോക്കിക്കേ, അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ജില്ലറ്റ് റേസേഴ്സ്. നമുക്കറിയാമല്ലോ, പണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു, നിങ്ങൾക്ക് ആ 1900 ക്ലിയർ ആയിട്ട് കാണത്തില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ 1900 ആദ്യമായിട്ട് ജില്ലറ്റ് റേസർ വരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പന്റെ കയ്യിൽ ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ജില്ലറ്റ് റേസറിനകത്ത് ബ്ലേഡ് ആണ് ഇട്ടിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ആ ഒരു സ്റ്റിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ലെയർ കാണും, അതിന്റെ മുകളിൽ എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ കാണും, അതിനകത്താണ് നമ്മൾ ഈ ബ്ലേഡിനെ വെക്കുന്നത്. എന്നിട്ട് മുകളിലോട്ട് നമുക്ക് വേറെ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാം. അതായിരുന്നു ആദ്യത്തേത്. മനസ്സിലായി, അവർ പേറ്റന്റ് ചെയ്ത പ്രൊഡക്റ്റ് ഇതാണ്. മനസ്സിലായല്ലോ, പേറ്റന്റ് ഒക്കെ എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതാ. അത് കഴിഞ്ഞ് ചെറിയ മാറ്റങ്ങൾ കൊല്ലങ്ങളോളം കൊണ്ടുവന്ന് ഇപ്പൊ എങ്ങനെയാണ്, നമ്മളെ ചെറിയൊരു ബ്ലേഡ് ആണ് അല്ലെ, സിംഗിൾ ബ്ലേഡ് ഉണ്ട്, ചിലതിനകത്ത് ഡബിൾ ബ്ലേഡ് ഉണ്ട്, ചിലതിനകത്ത് ട്രിപ്പിൾ ബ്ലേഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. കാരണം വീടുകളിൽ നമ്മൾക്ക് എന്താണ് അച്ഛന്മാരുടെ കയ്യിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പണ്ടൊക്കെ ഉള്ളത്. എൻ്റെ അപ്പൂപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ 1900 അല്ല, അതേപോലത്തെ പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിപ്പോ വന്ന് എൻ്റെ അച്ഛനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന എന്താണ് പുതിയ ഈ പറഞ്ഞ 2 ബ്ലേഡുള്ള 3 ബ്ലേഡുള്ള. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ പൊതുവെ ട്രിമ്മാണ് ചെയ്യുന്നത് അല്ലേ, അതൊക്കെ. അപ്പൊ ഈ ജില്ലറ്റ് റേസറിനകത്ത് ഇങ്ങനത്തെ അവരെന്താണ് കുഞ്ഞു മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിക്കേ, ജില്ലറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ സിംഗിൾ ബ്ലേഡ് റേസർ ആൻഡ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ്. മനസ്സിലായല്ലോ. അപ്പം ഓൾറെഡി കമ്പനിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റും അതേപോലെ തന്നെ തുടരും, അതോടെ തന്നെ ഓരോരോ കുഞ്ഞു മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും, സോ ദാറ്റ് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിൽ പിടിച്ചു നിൽക്കാം. മനസ്സിലായോ. ഇപ്പൊ പണ്ട് അവർ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ഇതാണ്, അതുമേ തന്നെ നിന്നായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടാവാൻ ഇല്ല. അതുകൊണ്ട് അതിന്റെ മോൾ ബിൽഡ് ചെയ്തോണ്ടേ വന്നോണ്ടേ ഇരിക്കുവാണ്. അങ്ങനത്തെ ഇന്നോവേഷൻ ആണ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ. രണ്ടാമത്തതാണ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഡ്ജസന്റ് ഇന്നോവേഷൻ ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 4 മെയിൻ ടൈപ്സ് ഓഫ് ഇന്നോവേഷൻ. ഓക്കെ, യെസ്. അപ്പം ഇതെന്ന് പറയുന്ന ഈ ഒരു ആർക്കിടെക്ചറൽ ഇന്നോവേഷന് വേറൊരു പേരുണ്ട്, അഡ്ജസന്റ് ഇന്നോവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ടെർമിനോളജീസ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് അഡ്ജസന്റ് ഇന്നോവേഷൻ? കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആണ്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രെയിം വർക്ക്സ് ഫോർ ഇന്നോവേഷനകത്ത് നിങ്ങൾ പലയിടത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ ചിലപ്പോൾ പഠിപ്പിച്ചെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ പഠിപ്പിച്ചെന്നിരിക്കത്തില്ല അവർ, അല്ലെങ്കിൽ അത് കണ്ടന്റ് ഉണ്ടാകില്ല. പക്ഷെ ഇവരൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇന്നോവേഷൻ മെത്തഡോളജീസ് ആണ്. മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ് അഡ്ജസന്റ് ഇന്നോവേഷൻ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ 4 മെയിൻ ടൈപ്സ് ഓഫ് ഇന്നോവേഷൻ ആണ്. കാരണം ഈ 4 മെയിൻ ടൈപ്സ് ഓഫ് ഇന്നോവേഷനകത്ത് ഈ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ വരുന്നുണ്ട്, പിന്നെ റാഡിക്കൽ ഇന്നോവേഷൻ വരുന്നുണ്ട്, ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇന്നോവേഷൻ 4 ഇന്നോവേഷൻസിൽ ഒരാളാണ് ഈ ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് ഡെലിവറിംഗ് എ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഓൺ ആൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇൻക്രിമെന്റലിനകത്ത് എന്താണ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനകത്ത് കുഞ്ഞൊരു ഇമ്പ്രൂവ്മെന്റ്, ഇതിനകത്തോ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ്. ദിസ് ഈസ് ഓഫൺ അച്ചീവ്ഡ് ബൈ ഓൾട്ടറിംഗ് ദ അണ്ടർലൈങ് ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓർ ഡിസൈൻ ഓഫ് ദ ഒറിജിനൽ പ്രൊഡക്റ്റ്. മനസ്സിലായില്ല. ആ ഒരു ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇമ്പ്രൂവ്മെന്റ് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനകത്ത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഒന്നെങ്കിൽ ഓൾറെഡി ഉള്ള ആ ഒരു സ്ട്രക്ചറിൽ മാറ്റം കൊണ്ടുവരാം. ലൈക്ക് ഓൾറെഡി ഉള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫോണാണ്, ആപ്പിളിന്റെ ഫോണാണ്, അപ്പോൾ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിനകത്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. മനസ്സിലായാലും. അല്ലെങ്കിൽ ഡിസൈനിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ഓഫൺ അച്ചീവ്ഡ്
by altering the underlying fundamental structure. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ സ്ട്രക്ചറിനകത്ത് മാറ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ ഡിസൈനിൽ മാറ്റം കൊണ്ടുവരിക, എന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആപ്പിൾ ഐഫോൺ, ആപ്പിളിന്റെ. ഓക്കെ, ദിസ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് യൂസിങ് അവൈലബിൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ എ ന്യൂ വേ ടു എൻഹാൻസ് ആൻ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഓൾറെഡി ഈ പറയുന്ന നമ്മുടെ ഐഫോണിന്റെ ഓൾറെഡി ഉള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. മനസ്സിലായല്ലോ? യെസ്, ഓൾറെഡി ഉള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നല്ല രീതിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഭയങ്കരമായിട്ടുള്ള മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഹോൾഡാണ് അവർക്ക് സംഭവിച്ചത്, അല്ലെ? അപ്പൊ ദിസ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. അങ്ങനാണ് ഈ ആപ്പിളിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓൾറെഡി ഉള്ള നമുക്കറിയാം, ഇവര് ആപ്പിൾ ആണ്, നമ്മുടെ കയ്യിൽ മിക്കവരുടെയും കയ്യിൽ ഇപ്പം ആൻഡ്രോയിഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മിക്കവരുടെയും കയ്യിൽ ആപ്പിൾ ആണല്ലോ, അല്ലെ? ഇപ്പോഴത്തെ പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ ഫോൺ എന്ന് പറഞ്ഞാൽ ഉള്ളത് ഭയങ്കര വിരളമായിട്ടുള്ള ആൾക്കാരിൽ മാത്രമായിരുന്നു, കാരണം അത്രയ്ക്കും കോസ്റ്റ്ലി ആയിരുന്നു. ഇപ്പൊ അവരെന്ത് ചെയ്തു? ആ കോസ്റ്റിനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആൾക്കാർ എന്ത് ചെയ്തു? ആപ്പിള് മേടിക്കാൻ വേണ്ടി അവരെന്താണ്, എത്ര പൈസയായാലും അവര് കൊടുക്കാൻ തയ്യാറായി. പിന്നെ ഇപ്പോഴത്തെ കുറെ ഓഫറുകളുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ആപ്പിൾ ഐഫോണിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും ഒരു മാറ്റം കൊണ്ടുവന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? അതൊരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നു. മനസ്സിലായി? അങ്ങനെയാണ് പുതിയ കസ്റ്റമേഴ്സിലോട്ടും പുതിയ മാർക്കറ്റിലോട്ടും അവർക്ക് എത്താൻ പറ്റിയത്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ആപ്പിൾ ഐഫോൺ. അവരെന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ നമ്മൾ കളിയാക്കി പറയാറുണ്ടായിരുന്നു, പണ്ട് ഇത്രയും സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീനിന്റെ വലിപ്പം കൂട്ടും വണ്ണം കുറയ്ക്കും, അങ്ങനെയൊക്കെയാണ് അവർ പ്രോഡക്ട്സിന് ഇറങ്ങുന്നത്. പക്ഷെ അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. ഈവൻ ദോ മനസ്സിലായല്ലോ, ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ചെറിയൊരു ഐഡിയ ആയിരിക്കും, പക്ഷെ നല്ല ഇംപ്രൂവ്മെന്റ് ആയിരിക്കും വരുന്നത്. മനസ്സിലായി? അതാണ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ. ഓക്കെ, നൗ ദ തേർഡ് വൺ ഇസ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ. മനസ്സിലായി? 4 ഇന്നോവേഷനകത്ത് ഒന്ന് ആർക്കിടെക്ചർ ഇന്നോവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ ആണ്. നോക്കിക്കേ, ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ആൻ എക്സ്പെൻസീവ് ഓർ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രോഡക്റ്റ്, offering or service into one that is simpler, more affordable and accessible to a broader population. മനസ്സിലായല്ലോ? ആദ്യമേ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും എത്തത്തില്ലായിരുന്നു. അപ്പം അതിനകത്ത് അവരൊരു ഇന്നോവേഷൻ കൊണ്ടു. ആ ഇന്നോവേഷൻ എന്താക്കി മാറ്റി? ആ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ചു അവർ. മനസ്സിലായല്ലോ? കുറച്ചും കൂടെ അഫോർഡബിൾ ആക്കി, കുറച്ചും കൂടെ സിംപിളർ ആക്കി. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചേരാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ആമസോൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ആദ്യമേ ശരിക്കും പറഞ്ഞാൽ ആമസോൺ ഭയങ്കര പാടായിരുന്നു, ആമസോൺ സർവീസസ് ഒക്കെ എടുക്കാൻ വേണ്ടി. ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതാണ് മിസ് ഈ ആമസോണിനകത്ത് വില കൂടുതലോ വില കുറവ് അത് മാത്രമല്ല, അവരുടെ ഓഫറിംഗ് ഓർ സർവീസ്, ആ സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ അല്ലായിരുന്നു, ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു ഈ ആമസോൺ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസുകളൊക്കെ. പക്ഷെ ഇപ്പൊ എന്താണ്, കുറച്ചും കൂടെ സിമ്പിൾ ആക്കി. നിങ്ങൾ പണ്ട് പരസ്യം കണ്ടിട്ടുണ്ടാവും, ഇപ്പം പണ്ടല്ല, കുറച്ച് ഒരു വർഷം 2 വർഷം മുമ്പെങ്ങാണ്ട് വന്നു തോന്നുന്നു, എനിക്ക് അത്രയും കൃത്യമായിട്ട് ഓർമ്മയില്ല. ആമസോൺ ഇപ്പം മലയാളത്തിലും അല്ലെങ്കിൽ മറാഠിയിലും അല്ലെങ്കിൽ തെലുങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടു. കാരണം എന്താ? ആൾക്കാരിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി. ആദ്യമേ ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു, അല്ലെ? നമുക്ക് എന്ത് ടാബ് മെനു ഒക്കെ അതിനകത്ത് ഇംഗ്ലീഷിലാണ്. ഇപ്പൊ നമുക്ക് ഏതൊരു ലാംഗ്വേജിലോട്ടും അതിനെ മാറ്റാൻ പറ്റും. മനസ്സിലായി? അപ്പം പുതിയ പുതിയ കസ്റ്റമേഴ്സിലോട്ട് വീട്ടിലിരിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ് അറിയാം, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അറിയാം, അത് കൂട്ടി വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും ചിലപ്പം പലർക്കും എന്താണ് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പം എല്ലാം ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരുടെ മദർ ടങ്ങിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജിലോട്ടാണ് അത് മാറ്റുന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ? അപ്പൊ പുതിയ കസ്റ്റമേഴ്സ് കിട്ടിയില്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന മുത്തശ്ശിക്ക് വരെ എന്ത് ചെയ്യാം? ഫോൺ എടുത്ത് ആമസോണിനകത്ത് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. മനസ്സിലായ? പണ്ട് അവർ പറയും, മോനെ എനിക്കൊന്ന് പർച്ചേസ് ചെയ്ത് എനിക്കൊരു പുതിയ ഫോൺ എടുത്ത്. അവർക്കത് പറ്റത്തില്ലായിരുന്നു, കാരണം അവർക്ക് ഇത്രയും ഈ പറയുന്ന ഓൺലൈൻ സർവീസുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യാൻ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, അവർ ആ സർവീസുകളെ മാറ്റിയിട്ട് സിമ്പിൾ ആക്കി, കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കി പല കാര്യങ്ങളും. മനസ്സിലായില്ല? ഈ സാധനങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ അവരായിട്ട് വില കുറച്ച് കൊടുത്തു, അല്ലെ? ഓഫർ വരുമ്പോൾ നമ്മളൊക്കെ വാരി കൂട്ടുകയല്ലേ ചെയ്യുന്നത്. അതെ, അപ്പൊ അതാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അപ്പം ആമസോൺസ് ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഇന്നോവേറ്റീവ് logistics and customer centric strategies കണ്ടല്ലോ? യെസ്, have reshaped the retail industry. മനസ്സിലായില്ലേ? യെസ്, forcing traditional retailers to rethink
their approaches to remain relevant. ഇപ്പം നമ്മൾ ആമസോണിൽ നിന്നാണ് എല്ലാം മേടിക്കുന്നത്. ബിഗ് ബാസ്ക്കറ്റ് പോലത്തെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ പണ്ടൊക്കെ നടന്നുപോയി പലചരക്ക് കടയിൽ നിന്ന് പോയി സാധനങ്ങൾ മേടിക്കുന്നതിന് പകരം വീട്ടിലിരുന്ന് ഫോണിലിരുന്ന് നമ്മുടെ അച്ഛനും അമ്മമാരും വരെ എന്ത് ചെയ്യുന്നു, ഓൺലൈനായിട്ട് സാധനങ്ങൾ എത്തിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പം അപ്പുറത്തെ പലചരക്ക് കച്ചവടക്കാരൻ തിങ്ക് ചെയ്യണം, ഓ ഞാനും ഇനി വല്ലതൊക്കെ നടത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ. മനസ്സിലായല്ലോ. കാരണം ഭയങ്കര എക്സാമ്പിൾസ് ആണ്. ആമസോണിലൊക്കെ ഓഫർ ഇല്ലാത്തപ്പോഴും നോർമൽ ആണെന്നുണ്ടെങ്കിൽ ചില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവിൽ കിട്ടും. മനസ്സിലായി. ആ സെയിം സാധനം തന്നെ ആയിരിക്കും കടക്കാരൻ എന്താണ് ആ ഒരു സ്റ്റേഷനറി ഷോപ്പ്. ഞാൻ എപ്പോഴും പലചരക്ക് കടക്കാരെന്ന് പറയുന്നില്ല, കാരണം എനിക്കത് വഴങ്ങുന്നില്ല. അതിനെക്കാളും നല്ലത് എന്താണ്, നമുക്ക് സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയല്ലേ. അപ്പൊ ആ സ്റ്റേഷനറി ഷോപ്പുകാരൻ വിൽക്കുന്നത്, അയാളുടെ വിചാരം എന്താ, ഇതൊന്നും ആർക്കും അറിയാൻ പോകുന്നില്ല, ഇത്രയും വിലക്കൊക്കെ കൊടുത്താൽ അവർ മേടിച്ചോളും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ആമസോണൊക്കെ അവിടെ കസ്റ്റമർ സർവീസ് കുറച്ചും കൂടെ അടിപൊളിയാക്കിയപ്പോ എന്ത് സംഭവിച്ചു, എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റി. മനസ്സിലായി. അങ്ങനെ ഈ പറയുന്ന ബിസിനസ്സുകാർക്ക് റീതിങ്ക് ചെയ്യണം, ഓക്കെ വി ഷുഡ് ഡു സംതിങ് ടു സസ്റ്റെയിൻ ഇൻ ദ മാർക്കറ്റ്. മനസ്സിലായി. അതാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ. എക്സാമ്പിൾ ആമസോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ മനസ്സിലായല്ലോ. യെസ്. ഇനി അടുത്തത് ആരാ? ഓക്കെ, റാഡിക്കൽ ഇന്നോവേഷൻ. വൺ ഓഫ് ദ 4 ഇന്നോവേഷൻ സ്ട്രാറ്റജീസിനകത്തുള്ള ഒരാളാണ് റാഡിക്കൽ ഇന്നോവേഷൻ. അപ്പൊ 4 പേര് ആരൊക്കെയാ മിസ്സേ? ഒന്ന് ഇൻക്രിമെന്റൽ, ഡിസ്റപ്റ്റീവ്, റാഡിക്കൽ, ആർക്കിടെക്ചർ. ഇവർ 4 പേരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരായിരിക്കും. ഓക്കെ, അപ്പൊ റാഡിക്കൽ ഇന്നോവേഷൻ സ്ട്രാറ്റജി എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻവെൻഷൻ എന്ന് പറഞ്ഞ സംഗതി. മിസ്സേ ഇന്നോവേഷൻ ഇൻവെൻഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന റാഡിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ടുള്ള ഒരാൾ തന്നെയാണ്. മനസ്സിലായി. അതൊരു ഇൻവെൻഷൻ തന്നെയാണ്. ദാറ്റ് ഡിസ്ട്രോയ്സ് ഓർ സപ്ലാന്റ്സ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ് മോഡൽ എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബിസിനസ് മോഡലിനെ തകർത്തുകൊണ്ടുള്ള ഒരു ഇന്നോവേഷൻ ആണ് ഈ റാഡിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. അൺലൈക്ക് ആർക്കിടെക്ചറൽ, ഇൻക്രിമെന്റൽ ഓർ ഡിസ്റപ്റ്റീവ് innovations, radical innovation completely blows up the existing systems and process to replace them with something new. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ സ്റ്റുഡൻസ്, നമ്മൾ ഇൻക്രിമെന്റലിനകത്ത് പറഞ്ഞ എന്താ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു പുതുമ കൊണ്ടുവരാം, കുഞ്ഞു പുതുമകൾ. ആർക്കിടെക്ചറിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്തെ ഫണ്ടമെന്റൽ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ഡിസൈനിനെയോ മാറ്റി ഒരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാം, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുക. ഡിസ്റപ്റ്റീവ് എന്തുവാ പറഞ്ഞത്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്ത് കുറച്ചും കൂടെ ഈസി ആക്കുക കാര്യങ്ങൾ. അപ്പൊ ഇവർ 3 പേരും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. റാഡിക്കൽ അങ്ങനെയല്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിനെ തകർത്തിട്ട് പുതിയൊരു സാധനമായിട്ട് വരുവാണ് അവർ. മനസ്സിലായല്ലോ. അതാണ് റാഡിക്കൽ ഇന്നോവേഷൻ. ഏറ്റവും നല്ല എക്സാമ്പിൾ LED ലൈറ്റിംഗ് ആണ്. ഇത് നോക്കിക്കേ, ഇതാരാണ്? നമ്മുടെ വീട്ടിലുള്ള പണ്ടത്തെ ബൾബ്. 40 വാട്ട് 60 വാട്ട് ബൾബില്ലേ? അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് പകരം എന്ത് കൊണ്ടുവന്നു? LED ബൾബ്സ് കൊണ്ടുവന്നു. ഭയങ്കര വലിയൊരു ഇന്നോവേഷൻ അല്ലേ. വൈൽ ഇൻകാൻഡസെന്റ് ബൾബ്സ് എക്സിസ്റ്റഡ് ഫോർ ഓവർ എ സെഞ്ചുറി, LED ലൈറ്റിംഗ് ഓൾട്ടേർഡ് ദ ഇൻഡസ്ട്രി. മനസ്സിലായല്ലോ. അവർ ഭയങ്കരമായിട്ട് മാറ്റിക്കാണും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ബില്ല് അത്യാവശ്യം കൂടുതലാണ്. മനസ്സിലായല്ലോ. ഈ പറയുന്ന മഞ്ഞ ബൾബ്, മഞ്ഞ ശരിക്കും ആ ഒരു യെല്ലോ കളർ അല്ല, എന്നാൽ നിങ്ങൾക്ക് അറിയാലോ ഇൻകാൻഡസെന്റ് ബൾബ്സ്. അതെ, LEDs ആർ ഫാർ മോർ എനർജി എഫിഷ്യന്റ് ആണ്, ലോങ്ങർ ലാസ്റ്റിംഗ് ആണ്, ആൻഡ് ഓഫർ ഗ്രേറ്റർ ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി, മേക്കിംഗ് ദം ദ ന്യൂ സ്റ്റാൻഡേർഡ് ഇൻ ലൈറ്റിംഗ് ടെക്നോളജി. ഓക്കെ അല്ലേ? യെസ്, മനസ്സിലായല്ലോ. അപ്പം പണ്ടത്തെ ഇൻകാൻഡസെന്റ് ബൾബുകളെ മൊത്തത്തിൽ അവരിൽ റിപ്പയർ വരുത്താനൊന്നും വന്നില്ല. ഇൻകാൻഡസെന്റ് ബൾബിനകത്ത് ആരാ ഉള്ളത്? ടങ്സ്റ്റൺ ഫിലമെന്റാ. കേട്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കാരണം ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടൊരു ചെറിയൊരു ഇങ്ങനെ ഒരു ഫിലമെന്റ്. മനസ്സിലായി. ആ ഫിലമെന്റ് ഹീറ്റ് ആവുമ്പോഴാണ് ബൾബ് ഗ്ലോ ആവുന്നത്. അവരിൽ കറണ്ട് കൊടുക്കും, ആ ഒരു ഫിലമെന്റ് എന്താണ് ഹീറ്റഡ് ആവുക, അങ്ങനെയാണ് ബൾബ് കത്തുന്നത്. അപ്പം അതിനെക്കാട്ടിലും അതിന്റെ മൊത്തത്തിലുള്ള ആ സ്ട്രക്ചറിനെ തന്നെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ LEDs, നമുക്കറിയാം LEDs, ആ ഒരു ബൾബ് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതാണ് റാഡിക്കൽ ഇന്നോവേഷൻ. അപ്പൊ അടുത്ത ഏതാണോ നമ്മുടെ? ഓക്കെ, അടുത്ത 5ാമതാണ് സർവീസ് ഇന്നോവേഷൻ. അപ്പൊ സർവീസ് ഇന്നോവേഷൻ റെഫേഴ്സ് ടു എ ടൈപ്പ് ഓഫ് open innovation that is focused on the development and improvement of services. എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ സർവീസസിലോട്ടാണ്. മനസ്സിലായി. കസ്റ്റമർ സർവീസിലോട്ടാണ് അവർ കുറച്ചും കൂടെ അങ്ങനത്തെ ഇന്നോവേഷൻസ്. സർവീസ്, കസ്റ്റമേഴ്സുമായിട്ടുള്ള സർവീസ് അല്ലെ. ഇറ്റ് ഇൻവോൾവ്സ് ഇൻക്രീസ്ഡ് കസ്റ്റമർ ഇൻപുട്ട്. മനസ്സിലായി. എല്ലാവർക്കും കസ്റ്റമർ ഇൻപുട്ട് തന്നെയാണ്. പക്ഷെ ഇവർ ഈ പറയുന്ന പോലെ ഓഫർ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അവർ സർവീസസ് കൂട്ടും. അതെന്തിനാണ്? അത് കസ്റ്റമർ ഇൻപുട്ടിനെ കൂട്ടും, ഇന്ററാക്ടിവിറ്റി കൂട്ടും, ആൻഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇസ് മൾട്ടി ഡയമെൻഷണൽ ഇൻ നേച്ചർ. അതിന്റെ ഒരു കാര്യം എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. മനസ്സിലല്ല. പണ്ടത്തെ ബാങ്കിങ് സിസ്റ്റംസ് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബാങ്കിൽ പോവുക,
പൈസ ഇപ്പൊ ATM കുറച്ച് നാൾ മുമ്പ് തൊട്ടേ ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങളല്ല അല്ലേ. ഇപ്പൊ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോവുക, അവിടെ നമ്മൾ ATM ന്ന് പൈസ എടുക്കുക, എന്നിട്ട് ട്രാൻസ്ഫർ ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കുക. ചെക്ക് ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ചെക്ക് ഉള്ളവരാണെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കുക. ഇതൊക്കെ ഉണ്ടായിരുന്നു നമുക്കല്ലേ. അതെ. പക്ഷെ ഇപ്പൊ എന്താണ്, വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാം. മനസ്സിലായി? അതാണ് ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷൻ. മനസ്സിലായി? ഓൺലൈൻ ബാങ്കിങ്സ്, ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ. ഇപ്പം SBI ടു SBI മാത്രമല്ല, SBI നിന്ന് ഏത് ബാങ്കിലോട്ടും ട്രാൻസ്ഫർ നടത്താം. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കോളേജിലൊക്കെ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ ഫീസ് അടയ്ക്കുമായിരുന്നു. ഇപ്പം നമുക്ക് ബാങ്കിങ്സ് വഴി തന്നെ കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യാം. അതാണ് ഡിജിറ്റൽ ബാങ്കിങ് സൊല്യൂഷൻ. സർവീസസ് കുറച്ചും കൂടെ കൂട്ടുക. മനസ്സിലായല്ലോ? അപ്പൊ സർവീസ് ഇന്നോവേഷൻ റെഫേഴ്സ് ടു എ ടൈപ്പ് ഓഫ് ഓപ്പൺ ഇന്നോവേഷൻ ദാറ്റ് ഇസ് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് സർവീസസ്. മനസ്സിലായല്ലോ? അപ്പം അത് കസ്റ്റമർ ഇൻപുട്ട് കൂട്ടാനും കുറച്ചും കൂടി ഇന്ററാക്ടിവിറ്റി കൂട്ടാനും അതുപോലെ മൾട്ടി ഡയമെൻഷണൽ നേച്ചർ, നമ്മൾ എല്ലാ ഭാഗങ്ങളും എല്ലാ കോർണറും കൂടെ നമ്മൾ ഉൾക്കൊള്ളുവാണ് അതിനകത്ത്. മനസ്സിലായി? എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ഹോൾഡ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായി? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻ ബാങ്കിങ് ഉണ്ട് അല്ലേ? അതെ. അപ്പൊ ട്രഡീഷണൽ ബാങ്ക്സ് ആർ ഇന്നോവേറ്റിംഗ് ബൈ ഓഫറിംഗ് ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ് ദാറ്റ് എനേബിൾ കസ്റ്റമേഴ്സ് ടു മാനേജ് ദർ ഫിനാൻസസ് കൺവീനിയന്റ്ലി ഫ്രം ദർ മൊബൈൽ ഡിവൈസസ്. അത്രേ ഉള്ളൂ. എല്ലാവരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരും ബാങ്കിൽ പോകുന്നില്ല എന്നല്ല, ബാങ്കിൽ പോകേണ്ട പല കാര്യങ്ങളുണ്ട്. സ്റ്റിൽ നമുക്ക് പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഈ പറയുന്ന ഡിജിറ്റൽ ബാങ്കിങ് വഴി നടക്കാറുണ്ട്. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രോസസ് ഇന്നോവേഷൻ ആണ്. എന്താണ് പ്രോസസ് ഇന്നോവേഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രോസസ്. പുതിയ പ്രോസസ്സുകൾ, ഒന്നുകിൽ അത് പുതിയതായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് methods or systems within an organization to enhance efficiency, effectiveness and value creation. എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, അത് ശരിക്കും പറഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടി, നമ്മുടെ പണിയുടെ എഫിഷ്യൻസി കൂട്ടി എന്ന് പറഞ്ഞു. അത് ശരിക്കും ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എക്സാമ്പിളിലോട്ട് മുമ്പ് കിടക്കുന്നു. അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ടെക്നിക്കുകൾക്ക് മാറ്റം വരാം, എക്യുപ്മെന്റ് മാറ്റം വരാം, സോഫ്റ്റ്വെയറിന് മാറ്റം വരാം. അങ്ങനത്തെ മാറ്റങ്ങളാണ് ഈ പ്രോസസ് ഇന്നോവേഷനകത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ മിസ്സേ, ഈ മെക്ഡൊണാൾഡ്സിന്റെ ആണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ അവരുടേതിനകത്ത് ഈ ഒരു അസംബ്ലി ലൈൻ അപ്രോച്ച് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ട് നമ്മളിപ്പോൾ ഒരു ബർഗർ ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഇടയ്ക്കത്തുള്ള ആ ഒരു ബർഗർ പാറ്റി ഉണ്ടല്ലോ അതിനെ ഉണ്ടാക്കുക, പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക, വോട്ടവർ, എന്നിട്ട് ആ ബർഗറിന്റെ ബണ്ണെടുത്ത് മുകളിൽ ഒക്കെ എല്ലാം ഒരാളാണ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി? അപ്പൊ എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്, അത്രയും സമയം എടുക്കുന്നതിനനുസരിച്ചിട്ട് ക്യൂവിൽ നിൽക്കുന്ന കസ്റ്റമറോ എന്തോ ആണ് ഇത്രയും സമയം, ഞങ്ങൾ വേറെ പോവാം. അപ്പം കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും. ഇനിയിപ്പോ ഓൺലൈൻ ആയാലും ഒത്തിരി സമയം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാരോ മെക്ഡൊണാൾഡ്സിൽ നിന്ന് കിട്ടാൻ 35 മിനിറ്റ് വേണം, അപ്പൊ അപ്പുറത്ത് നോക്ക് KFC നിന്ന് കിട്ടാൻ 20 മിനിറ്റ്, പിന്നെ KFCയിലോട്ട് പോവാം. അങ്ങനെ ചിന്തിക്കും. ആർക്കും ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല, എല്ലാവർക്കും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടാം. അപ്പൊ എന്താണ്, നമ്മൾ ഈ പറയുന്ന ഒരാള് ഈ പറയുന്ന കംപ്ലീറ്റ് ബർഗർ ഉണ്ടാക്കുന്നതിന് വരെ പല സെഷൻസിലായിട്ട് പാറ്റി ഒരാൾ നോക്കിക്കോ, ബണ്ണിന്റെ കാര്യങ്ങൾ ഒരാൾ നോക്കിക്കോ. അപ്പം എന്താണ്, ഫൈനലി എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്പീഡ് കൂടും. പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പലരും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് പെട്ടെന്ന് കിട്ടും. മനസ്സിലായല്ലോ? അതാണ് ഈ അസംബ്ലി ലൈൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? അപ്പൊ മെക്ഡൊണാൾഡ്സ് റെവല്യൂഷനൈസ് ദ ഫാസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി ബൈ ഇംപ്ലിമെന്റിംഗ് പ്രോസസ് ഇന്നോവേഷൻ സച്ച് ആസ് അസംബ്ലി ലൈൻ അപ്രോച്ച് ടു ഫുഡ് പ്രിപ്പറേഷൻ. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസംബ്ലി ലൈൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു കൺവെയർ ബെൽറ്റ് പോലെ വരികയാണ്. മനസ്സിലായോ? അതാ നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അവസാനം ഫുള്ളി അത് ഉണ്ടാക്കി വരുന്നു. അതുപോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബർഗറിന്റെ കാര്യത്തിലായിക്കോട്ടെ, ബണ്ണ് ഒരാൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ പറഞ്ഞ പാറ്റി ഒരാൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ കൺവെയർ ബെൽറ്റിനകത്തൂടെ ഓരോന്നും വരുമ്പോൾ നമ്മൾ ഇവരെ സ്റ്റാക്ക് ചെയ്ത് ഫൈനലി ഒരാൾ വെച്ച് കൊടുക്കുന്നു. അല്ല ഒരാൾ തന്നെ ഇതെല്ലാം കൂടെ ചെയ്യാനിരുന്നാൽ നടക്കത്തില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ആ ഒരു അസംബ്ലി ലൈൻ അപ്രോച്ച് അതാണ് അസംബ്ലി ലൈൻ അപ്രോച്ച്. ഈ കൺവെയർ ബെൽറ്റ് എക്സാമ്പിളാണ് അസംബ്ലി ലൈൻ. ആ ഒരു അസംബ്ലി ലൈൻ അപ്രോച്ച് നമ്മൾ ഫുഡ് പ്രിപ്പറേഷനിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് വെയിറ്റ് ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയേ, അത് സ്ട്രീം ലൈൻ ഓപ്പറേഷൻസ് പലതും ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചു, വെയിറ്റ് ടൈം കുറച്ചു. മനസ്സിലായല്ലോ? ക്യൂവിൽ നിൽക്കേണ്ട സമയം കുറച്ചു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റി, അവർക്ക് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് എവിടെയും എത്തിച്ചേർക്കാൻ സാധിച്ചു. കാര്യം മനസ്സിലായല്ലോ? യെസ്. അതാണ് പ്രോസസ് ഇന്നോവേഷൻ. പ്രോസസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാം. അതെങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ടെക്നിക്കൽ മാറ്റം കൊണ്ട്, അതാണ് ഈ പറഞ്ഞ അസംബ്ലി ലൈൻ അപ്രോച്ച്. മനസ്സിലായ? ടെക്നിക്കൽ മാറ്റം കൊണ്ട് ഒരാൾ ചെയ്യുന്നതിന് വരെ അതൊരു അസംബ്ലി ലൈൻ അപ്രോച്ച് ആക്കി മാറ്റി. മനസ്സിലായല്ലോ? അത് കഴിയുമ്പോൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ അങ്ങനത്തെ ടെക്നിക്കൽ മാറ്റം വരാം, അല്ലെങ്കിൽ എക്യുപ്മെന്റിൽ മാറ്റം വരാം.
ഫോർ എക്സാമ്പിൾ എക്യുപ്മെന്റിൽ മാറ്റം പറയുമ്പോൾ ഈ പണ്ട് ഓവനിലൊക്കെ നമ്മൾ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വലിയ വലിയ ഓവനുകളുണ്ട്, കുറേ ഒരുമിച്ച് സാധനങ്ങൾ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ എക്യുപ്മെന്റിലുണ്ടായ മാറ്റങ്ങളാണ്, മനസ്സിലായാലും. അതെ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറി ഇൻഡസ്ട്രി ഒക്കെയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഭയങ്കര സ്ലോ ആണ്, അപ്പോൾ ഇത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. അങ്ങനെയും നമുക്ക് എന്താണ് ഇന്നോവേഷൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി അടുത്തത് റെഡ് ഓഷ്യൻ. ശരിക്കും പറഞ്ഞാൽ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പൊ റെഡ് ഓഷ്യൻസ് ആർ ഓൾ ദ ഇൻഡസ്ട്രീസ് ഇൻ എക്സിസ്റ്റൻസ് ടുഡേ, ദ നോൺ മാർക്കറ്റ് സ്പേസ് വെർ ഇൻഡസ്ട്രി ബൗണ്ടറീസ് ആർ ഡിഫൈൻഡ് ആൻഡ് കമ്പനീസ് ട്രൈ ടു ഔട്ട് പെർഫോം ദർ റൈവൽസ് ടു ഗ്രാബ് എ ഗ്രേറ്റർ ഷെയർ ഓഫ് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. കട്ട്റോട്ട് കോമ്പറ്റീഷൻ ടേൺസ് ദ ഓഷ്യൻ ബ്ലഡി റെഡ്, ഹെൻസ് ദ ടേം റെഡ് ഓഷ്യൻസ്. എന്തെങ്കിലും മനസ്സിലായി? ഈ റെഡ് ഓഷ്യൻ സ്ട്രാറ്റജിക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം മെക്ഡൊണാൾഡ്സിന്റെ ഒരു കാര്യം പറയാം. ഇപ്പം മെക്ഡൊണാൾഡ്സ് ഉള്ളിടത്ത് തന്നെയാണ് ഈ പറയുന്ന ബർഗറും ഫ്രഞ്ച് ഫ്രൈസും അതൊക്കെ, അവിടെ തന്നെയാണ് KFCയും ഷൈൻ ചെയ്തത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു, അവര് പലതരത്തിലുള്ള ടെക്നിക്കുകൾ കൊണ്ടുവന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് മാർക്കറ്റിനെ പിടിച്ചടക്കുന്നു. മനസ്സിലായില്ല? അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നു. മനസ്സിലായി? ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ വെറും ജസ്റ്റ് ആ ഒരു ലിറ്ററൽ ടേം ആണ്, മനസ്സിലായി? ആ ഒരു യുദ്ധം ഉണ്ടാവുന്നു. അങ്ങനെ എന്താണ്, ആ ഒരു മാർക്കറ്റ് റെഡ് ആവുന്നു. അങ്ങനെയാണ് ആ ഒരു ഉദ്ദേശം, ആ ഒരു റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിനകത്ത് കടി കൂടി നമ്മുടെ മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കും. മനസ്സിലായില്ല? അതിനൊരു എക്സാമ്പിൾ ആണ് ഈ മെക്ഡൊണാൾഡ്സ്. ഇറ്റ്സ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് എ കമ്പനി ദാറ്റ് has successfully used the red ocean approach. All that McDonald's accomplished was to stay under the radar while providing excellent burgers made with fresh ingredients in a restaurant with a conventional aesthetic. മനസ്സിലായില്ല? ഓൾറെഡി KFC, മെക്ഡൊണാൾഡ്സ്, വേറെ ബർഗർ കിങ്, അങ്ങനത്തെ പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ടല്ലോ, അത് അവരെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരുമിച്ച്. അപ്പം എങ്ങനെയാണ് മെക്ഡൊണാൾഡ്സിന് അതിൽ നിന്ന് തിരിച്ചറിയാം? നല്ല ബർഗർ ഉണ്ടാക്കാം. മനസ്സിലായി? ഓരോരുത്തർക്കും ഓരോ നല്ല ബർഗർ ഉണ്ടാക്കാം, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കാം, കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ ആ ഒരു ബർഗറിനെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് മെക്ഡൊണാൾഡ്സ് അവിടെ പിടിച്ചു നിൽക്കുന്നത് മറ്റുള്ളവരെ വെച്ചിട്ട്. എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും ഉണ്ടാക്കുന്നത് ബർഗറും, എല്ലാവരും എന്താണ് നമ്മുടെ ചിക്കൻ ഫ്രൈസ് ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരേ ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു ഐറ്റത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക, യുദ്ധം നടത്തി. അതാണ് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ അടുത്തത് ശരിക്കും പറഞ്ഞൊരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയാണ്. ഈ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുതിയ മാർക്കറ്റ് കണ്ടെത്തുക, അവിടെ പോയി കളിക്കുക. റെഡ് ഓഷൻ ഉള്ളിടത്ത് തന്നെ കിടന്ന് യുദ്ധം നടത്തുക, മറ്റേത് പുതിയ മാർക്കറ്റിലോട്ട് എത്തിച്ചേരാം. ആ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി ഹെൽപ്സ് കമ്പനീസ് ഡിസ്കവർ അൺടാപ്ഡ് മാർക്കറ്റ് സ്പേസസ്. മനസ്സിലായി? അനക്കാത്ത സ്ഥലങ്ങൾ പോയി ഒന്ന് കൊട്ടി അനക്കി അവിടെ ആൾക്കാരെ, അവിടുന്ന് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാം. ആൻഡ് ക്രിയേറ്റ് അൺകണ്ടസ്റ്റഡ് വാല്യൂ ബൈ ഐഡന്റിഫൈങ് ന്യൂ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡെവലപ്പിംഗ് യുണീക് വാല്യൂ പ്രൊപ്പോസിഷൻസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ആണ്. ഫസ്റ്റ് മൂവി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആണ്. മനസ്സിലായി? അവിടെ ആദ്യമേ ആരും ആ സ്ഥലം അനക്കിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? നെറ്റ്ഫ്ലിക്സ് ചെയ്ത ആ ഒരു സമയം മൂവി സ്ട്രീമിംഗ് ചെയ്തത്, ആദ്യത്തെ മൂവി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. അവിടെ ആരും അനക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ അങ്ങനത്തെ ഒരു ഭാഗത്ത് പോയി ആൾക്കാരെ അനക്കി അവിടെ നിന്ന് മാർക്കറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി? അതാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. ആരും എത്തിപ്പെടാത്തടത്ത് പോയി തോണ്ടി ആൾക്കാരെ ഇളക്കി, ആ ഒരു കൺസെപ്റ്റ് ആണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ നെറ്റ്ഫ്ലിക്സ് വാസ് ഏബിൾ ടു ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ബൈ ഓഫറിംഗ് ക്യൂറേറ്റഡ് കണ്ടന്റ് ദാറ്റ് മാച്ച്ഡ് വ്യൂവർ പ്രൊഫൈൽസ്. അല്ലെ, നമുക്കറിയത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളിലേക്ക് അവർ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മളൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറെ കണ്ടന്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ നെറ്റ്ഫ്ലിക്സ് അത് മാത്രമല്ല, നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ എല്ലാ പടങ്ങളും ഒന്നും ഇറങ്ങത്തില്ല. അത്യാവശ്യം നല്ല പടങ്ങളായിരിക്കും, നല്ല കണ്ടന്റ് ഉള്ള പടങ്ങളായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുക. എനിക്ക് ഇപ്പം കമ്പയർ ടു ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാറിലൊക്കെ കണ്ടന്റിനെ കാട്ടിലും കുറച്ചും കൂടി വേറെ ഇഷ്ടപ്പെടുന്ന നെറ്റ്ഫ്ലിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്ക്, ഇപ്പൊ ഞാൻ എന്താണ് നെറ്റ്ഫ്ലിക്സ് ആണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അവിടുത്തെ കണ്ടന്റ്, അവിടെ അവർ തരുന്ന ഫിലിംസ്, അല്ലെങ്കിൽ അവർ തന്നെ ഡോക്യുമെന്ററീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി കണ്ടന്റ് ഉള്ള കാര്യങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് പിടിച്ചിരുന്നത്. അപ്പം ആദ്യമേ അവർ ചെന്നപ്പം ആരും ഉണ്ടായിരുന്നില്ല ഈ മൂവി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ. അപ്പം അവർക്ക് നല്ല ഷെയർ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? പിന്നാണ് ബാക്കിയുള്ളവർ വന്നത്. ഓക്കെ, അതാണ് ബ്ലൂ ഓഷ്യൻ. എന്താണ് നമ്മൾ ബ്ലൂ ഓഷ്യനകത്ത് എന്താണ് ഈ പറയുന്ന ശാന്തമായിട്ടുള്ള സാഗരമാണ്, ഓഷ്യനാണ്. അവിടെ ആരും ഇളക്കാനില്ല, അവിടെ പോയി ഇളക്കി പുതിയ മാർക്കറ്റ് കണ്ടെത്തി. റെഡ് അങ്ങനെയല്ല, ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ കടന്ന് യുദ്ധം ചെയ്ത് വേണം അവർക്ക് നിലനിൽക്കാൻ. ഓക്കെ, യെസ്.
അടുത്തത് നയൻത് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ 10 times thinking ആണ്. By leveraging the power of 10 times thinking, business can push boundaries and achieve breakthrough innovation that redefine industry. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയത് 10 times thinking എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുക, ഭയങ്കരമായിട്ടുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരാം. മനസ്സിലായല്ലോ? അതെ. അപ്പോൾ 10 times thinking innovation framework popularized by Google's moonshot thinking encourages aiming for solutions that are 10 times better than just incremental improvements. Incremental improvements-നകത്ത് കുഞ്ഞി ഇംപ്രൂവ്മെന്റ്സ്, അതിന് പകരം 10 മടങ്ങ് ശക്തിയുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. മനസ്സിലായല്ലോ? അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കും. മനസ്സിലായി? അത്രയ്ക്ക് വലിയൊരു ആവിഷ്കാരമാണ്. മനസ്സിലായി? ഇറ്റ് ചലഞ്ചസ് കൺവെൻഷണൽ തിങ്ക് ആൻഡ് പുഷസ് ഫോർ റാഡിക്കൽ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ഇന്നോവേഷനിലോട്ട് കണ്ടെത്തി. കാരണം ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ കാര്യം സ്പേസ് എക്സ് ആണ്. കാരണം എന്താണെന്നറിയാം, അവരുടെ മാർസിലോട്ടുള്ള പോക്ക് അല്ലെ, അതിലേക്കാണ് അവർ ഓരോരോ സ്റ്റെപ്പ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സ്പേസ് എക്സ് ഗോൾ ടു കോളനൈസ് മാസ്, അതാണ് 10 times തിങ്കിങ്ങിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. അപ്പൊ ദിസ് ആംബിഷ്യസ് പ്ലാൻ റിക്വയർസ് ഡെവലപ്പിംഗ് റീയൂസബിൾ റോക്കറ്റ്സ് ആൻഡ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ടു എസ്റ്റാബ്ലിഷ് എ ഹ്യൂമൻ സെറ്റിൽമെന്റ് ഓൺ അനദർ പ്ലാനറ്റ്. ആ ഒരു രീതിയിലേക്ക് വരെ നമ്മൾ ചിന്തിക്കുകയാണ് അല്ലെ. മാർസിലോട്ട്, എർത്തിൽ ജീവിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നുള്ളൂ അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എർത്തിൽ ജീവിക്കുക, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ളവർ എവിടെ, അമേരിക്കയിൽ ടൂർ പോവുക, അമേരിക്ക വിസിറ്റ് ചെയ്യാൻ പോവുക, അതൊക്കെ. ഇപ്പൊ എന്താണ് നമ്മൾ സ്പേസ് എക്സ്പ്ലോറേഷൻ ആണല്ലേ. സ്പേസിൽ കയറി, നമ്മൾ റോക്കറ്റ്സിൽ കയറി നമ്മൾ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? നോർമൽ ആസ്ട്രോണറ്റ്സ് മാത്രമല്ല ഇപ്പൊ ചെയ്യുന്നത്, കോമൺ സിറ്റിസൺസിന് വരെ സ്പേസ് ടൂർ നടത്താം. ആ ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെയാണ് വേറെ ഒരു പ്ലാനറ്റിൽ പോയി ജീവിക്കുന്ന കാര്യം. ഇത് റാഡിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളെ ഒക്കെ മറികടന്ന് വലിയ പോസിബിലിറ്റിയിലോട്ട് പോവാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്പേസ് എക്സിന്റെ ഗോളിലോട്ട് ആർക്കും എത്താൻ പോലും പറ്റില്ല. കാരണം അവർ അത്രയ്ക്കും ചിന്തിച്ചു കഴിഞ്ഞു. മനസ്സിലായി? അതാണ് 10 times thinking എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻ ഫ്രെയിംവർക്ക് ആണ് സസ്റ്റൈനബിൾ ഇന്നോവേഷൻ. ഇറ്റ് ഈസ് ആക്ട് ഓഫ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിംഗ് യുവർ പ്രൊഡക്ട്സ്, പ്രോസസ് ആൻഡ് വർക്ക് ഫോഴ്സ് ടു ക്രിയേറ്റ് എ ബ്രൈറ്റർ, മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ യുവർ കസ്റ്റമേഴ്സ്, യുവർ എംപ്ലോയേഴ്സ് ആൻഡ് എൻവയോൺമെന്റ്. മനസ്സിലായല്ലോ? പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. അതെന്താണ്? നമ്മുടെ ഭൂമിക്കും കൂടെ നല്ല രീതിയിൽ. മനസ്സിലായി? നമ്മൾ എപ്പോഴും ഒരു കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പിനെ വിട്ട് നമ്മളൊരു ബിസിനസ് എടുത്തോ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക, സോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇനി വരുന്ന, ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട്. അവര് നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ ക്ലൈമറ്റിന്, നമ്മുടെ എൻവയോൺമെന്റിന്, നമ്മുടെ വാട്ടർ ബോഡീസ്, നമ്മുടെ ലാൻഡിന് നശിക്കാത്ത രീതിയിൽ ഓരോരോ പ്രോസസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. മനസ്സിലായല്ലോ? ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ ബയോഡിഗ്രേഡബിൾ പാക്കേജിങ്. മനസ്സിലായല്ലോ? അത് നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമല്ല, എംപ്ലോയേഴ്സിന് മാത്രം, നമ്മുടെ എൻവയോൺമെന്റിനും കൂടി നല്ല രീതിയിൽ. മനസ്സിലായല്ലോ? അതാണ് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവിങ്. എപ്പോഴും പ്രൊഡക്ട്സിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ആ പ്രോസസ്സുകളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വർക്ക് ഫോഴ്സിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഒരു നല്ല ബ്രൈറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. മനസ്സിലായി? അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ബയോഡിഗ്രേഡബിൾ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫേമസ് ആയിട്ടുള്ള ടോപ്പ് 10 ഇന്നോവേഷൻ ഫ്രെയിംവർക്സ്. ഓക്കെ, ബട്ട് നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഫ്രെയിംവർക്സ് ഫോർ ഫോസ്റ്ററിങ് ഇന്നോവേഷൻ സ്റ്റാർട്ടപ്സ്. അത് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ അല്ലേ? കാരണം സ്റ്റാർട്ടപ്പുകൾക്കും വേണ്ടി, സ്റ്റാർട്ടപ്പുകൾ യൂസ് ചെയ്യുന്ന ഏത് ഇന്നോവേഷൻ സ്ട്രാറ്റജിയാണ് നല്ലത് എന്നുള്ള രീതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റാർട്ടപ്സും ബിസിനസ്സും തമ്മിൽ വ്യത്യാസം പറഞ്ഞു തന്നെ അല്ലേ. അപ്പൊ സ്റ്റാർട്ടപ്പ് ആൻഡ് ബിസിനസ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടപ്സ് ആർ more technology driven അല്ലേ. അതെ, more startups are technology driven innovative enterprises കളാണ് അല്ലേ. അത് കുറച്ചുകൂടി ടെക്നോളജി ബാക്ക് ചെയ്യുന്നവരാണ്. they are about changing the customer behavior or disruptive innovation അല്ലേ. ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയെ മാറ്റുകയാണ് അവർ. ബിസിനസ്, ഹോട്ടൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, അതൊക്കെ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ്, സ്വിഗ്ഗി, സൊമാറ്റോ. അല്ലാതെ ഹോട്ടലുകൾ എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഫുഡുകളുടെ വെറൈറ്റി മാറുന്നത് നമ്മുടെ തിങ്കിങ്ങിനെ മാറ്റുന്നില്ല. പക്ഷെ ഈ പറയുന്ന എന്താണ് സ്റ്റാർട്ടപ്പുകളെ പറ്റിയിട്ടാട്ടോ ഞാൻ ഫ്രെയിംവർക്കിലോട്ട് കാണില്ല. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി തന്നെ മാറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേടിഎം ആദ്യം വന്ന സമയം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ പറ്റുമെന്നുള്ളത്
പൈസ അല്ലാണ്ട് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടക്കുമോ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റിക്കളഞ്ഞു. അങ്ങനത്തതാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ. ബിസിനസ് അതല്ല. ബിസിനസ് നോർമലി എല്ലാ ബിസിനസ്സുകളും ഓക്കെ. സ്റ്റാർട്ടപ്സ് എപ്പോഴും നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിനെ മാറ്റും. ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ ആണ് അവർ ശരിക്കും പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കിക്കേ, ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ഇന്നോവേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ശ്രദ്ധിക്കേണ്ട, ഞാൻ ഈ ടോപ്പ് 10 ഇന്നോവേഷൻ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് ഇവരും ആ ഇന്നോവേഷൻ സ്ട്രാറ്റജീസിനകത്ത് പെടുന്നവരാണ്. പലതരത്തിൽ ഇന്നോവേഷനുകളാണ്. കുറച്ചും കൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഓറിയന്റഡ് ആയിട്ടുള്ളതൊന്നാണ് ഇന്നോവേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ടൂൾ ദാറ്റ് ക്യാൻ ഹെൽപ്പ് ബിസിനസ് ലീഡേഴ്സ് ഐഡന്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്നോവേഷൻ ഇൻ ദർ ഓർഗനൈസേഷൻ. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസേഷന് മാർക്കറ്റിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പല ഐഡിയാസുമായിട്ട് വേണം. പക്ഷെ ആ ഐഡിയാസിനകത്ത് ഏതിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ, ഏത് വേണം ആ പ്രയോറിറ്റി അനുസരിച്ച് ഏത് വേണം പെട്ടെന്ന് ഇംപ്ലിമെന്റഡ് ആയി പോകാൻ, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് ടൂൾ ആണ് ഇന്നോവേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അനലൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ദം ഫോക്കസ് ഓൺ ദ മോസ്റ്റ് പ്രോമിസിംഗ് അപ്രോച്ച് ഫോർ ഗ്രോത്ത്. മനസ്സിലായി? ഈ പറയുന്ന മാർക്കറ്റിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, കോമ്പറ്റീറ്റേഴ്സിനെ അടിച്ച് തകർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്രോച്ചിനെ സ്വീകരിക്കണം, ഏതിനെ ആദ്യമേ കണക്കെടുക്കണം, മനസ്സിലായി? ഏതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, ആദ്യമേ അത് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാനിരിക്കുക, നിങ്ങൾക്ക് മറ്റന്നാൾ പരീക്ഷയാണ്, മറ്റന്നാൾ ഈ പറഞ്ഞ IPRന്റെ പരീക്ഷയാണ്. അപ്പം നിങ്ങൾ IPR വേണോ പഠിക്കാൻ, അതോ നിങ്ങൾ പോയി വേറെ വല്ല സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത്? നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. മനസ്സിലായോ? ആ പ്രയോറിറ്റൈസിങ് നടന്നാൽ മാത്രമേ കമ്പനിക്ക് വളരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്, അങ്ങനത്തെ ഇന്നോവേഷൻ സ്ട്രാറ്റജിയാണ് ഇന്നോവേഷൻ മെട്രിക്സ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ ആമസോൺ പ്രൈം. കാരണം ആമസോൺ പണ്ട് എന്താണ് ഈ പറഞ്ഞ ഷോപ്പിംഗ് മാത്രം ഉള്ളത്, അത് കഴിഞ്ഞപ്പോഴാണ് അവർ ആ പ്രൈം വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? കാരണം നെറ്റ്ഫ്ലിക്സ് വന്നു. മനസ്സിലായല്ലോ? അപ്പൊ പ്രയോറിറ്റി അതിന് കൊടുക്കണം. അതെ. ഇൻ അഡീഷൻ ടു ദർ ഓൺലൈൻ റീറ്റെയിൽ സർവീസ് ഓൾസോ ഓഫർ ദർ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. അങ്ങനെയാണ് ആമസോൺ പ്രൈം വന്നത്. മനസ്സിലായല്ലോ? കമ്പനി നിലനിൽക്കണം, മറ്റുള്ളവരെ അടിച്ചു തകർക്കണം. ആമസോൺ റീറ്റെയിൽ ഉണ്ടായിരുന്നു, അവർ വേറൊരു പ്ലാറ്റ്ഫോം തന്നെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ നിലനിൽക്കുമ്പം ആദ്യമേ, ഞാനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഈ ബിസിനസ് സ്ഥാപനം തന്നെ എടുത്തോ, ഇപ്പൊ എംസിഗ്മ ഗോകുലം ആദ്യമേ നമ്മൾ എടുക്കുമ്പോൾ ഓഫ്ലൈൻ ആയിരുന്നു, പിന്നെയാണ് നമുക്ക് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഓൺലൈനിലോട്ട് കടന്നത്. മനസ്സിലായോ? അതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഇന്നോവേഷൻ മെട്രിക്സ്. അങ്ങനത്തെ ഒരു ഇന്നോവേഷൻ മെട്രിക്സ് ഒരു സ്ട്രാറ്റജിയാണ് സ്റ്റാർട്ടപ്സിന് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അടുത്തത് വേറെ ഒന്നുണ്ട്, ലീൻ സ്റ്റാർട്ടപ്പ് മെത്തേഡ് ഉണ്ട്. അപ്പൊ ലീൻ സ്റ്റാർട്ടപ്പ് മെത്തേഡ് ഇറ്റ് ഫസ്റ്റ് ഐഡന്റിഫൈസ് എ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ടു ബി സോൾവ്. ഇവരുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ, ലീൻ സ്റ്റാർട്ടപ്പ് മെത്തേഡിനകത്ത് അവരുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ആദ്യമേ ഒരു പ്രശ്നം കണ്ടുപിടിക്കും, അതിനാണ് പരിഹാരം വേണ്ടത്. ഇറ്റ് ദെൻ ഡെവലപ്സ് എ മിനിമം വയബിൾ പ്രോഡക്റ്റ് ഓർ ദ സ്മോളസ്റ്റ് ഫോം ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് അലോസ് ഓൺട്രപ്രണേഴ്സ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ടു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഫോർ ഫീഡ്ബാക്ക്. ആദ്യമേ ഒരു കുഞ്ഞി പ്രശ്നം കണ്ടു, അതിന് പരിഹാരമായിട്ട് കുഞ്ഞി പ്രോഡക്റ്റ് ഇറക്കി, ഒരു പ്രോട്ടോടൈപ്പ് പോലെ വിചാരിച്ചു. അതിനെ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കും, എന്നിട്ട് കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് നോക്കിയിട്ട് എന്നിട്ട് വളർച്ച കൊണ്ടുവരും. മനസ്സിലായി? ആ ഒരു മെത്തഡാണ് ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡ്. അതിന് എക്സാമ്പിൾ ആണ് ഡ്രോപ്പ് ബോക്സ്. മനസ്സിലായി? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഡ്രോപ്പ് ബോക്സിലോട്ടൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഈ വെബ് സീരീസ് ഒക്കെ കാണത്തില്ലേ? അപ്പൊ വെബ് സീരീസിനകത്ത് ആദ്യത്തെ എപ്പിസോഡിനെ നമ്മൾ പൈലറ്റ് എപ്പിസോഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ആ പൈലറ്റ് എപ്പിസോഡ് ആയിരിക്കും ആദ്യം ഇറക്കുന്നത്. അതിനെ പൈലറ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ആദ്യത്തെ എപ്പിസോഡെന്ന് മാത്രമല്ല, അത് ഇറക്കിയിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളത് ഇറക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലീൻ സ്റ്റാർട്ടപ്പ് മെത്തേഡും. ആദ്യമേ ഒരു കുഞ്ഞി പ്രോഡക്റ്റ്, ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ്, സ്മോളസ്റ്റ് ഫോം, ഒരു വലിയ പ്രോഡക്റ്റിന് സ്മോളസ്റ്റ് ഫോം ഇറക്കി ഫീഡ്ബാക്ക് നോക്കും, എന്നിട്ട് മാത്രമേ അത് വലിയ രീതിയിലോട്ട് പുറത്തോട്ട് വന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫയൽ ശരിക്കും പറഞ്ഞാൽ ഡ്രോപ്പ് ബോക്സിനാണ് നമുക്ക് ഫയൽസ് സ്റ്റോർ ചെയ്യാം, ഫോട്ടോസ് സ്റ്റോർ ചെയ്യാം, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡ്രോപ്പ് ബോക്സ്. അപ്പൊ ദ ഫയൽ ട്രാൻസ്ഫർ സർവീസ് നൗ ഹാസ് ഓവർ 500 million users worldwide, but it started life as a minimum viable product in the form of a 3-minute screencast showing customers what Dropbox could do. ഓക്കെ, ആദ്യമേ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രോപ്പ് ബോക്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു 3 minute വീഡിയോ ഇറക്കി എന്ത് ഡ്രോപ്പ് ബോക്സിന് ചെയ്യാൻ പറ്റും എന്ന് ആദ്യമേ അവരാ ചെയ്തത്. എന്നിട്ട് റെസ്പോൺസ് ടു ദ വീഡിയോ എനേബിൾ ഡ്രോപ്പ് ബോക്സ് ടു ടെസ്റ്റ് ഇഫ് ദർ വാസ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. ആദ്യം ഒരു വീഡിയോ ഇറക്കി, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുവേ, എന്നിട്ട്
ഒരു പ്രൊഡക്റ്റ് ഇറക്കി, എന്നിട്ട് നോക്കി എങ്ങനെയുണ്ട്, ഡിമാൻഡ് ഉണ്ടോ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്യാപ്ചർ ഇനീഷ്യൽ ഓഡിയൻസ് ത്രൂ വെയിറ്റിംഗ് ലിസ്റ്റ്. മനസ്സിലായി? ആദ്യമേ തന്നെ ചിലർക്ക് ഈ പ്രോഡക്റ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യൂവിൽ ആൾക്കാരങ്ങ് നിന്നോളൂ. അത് ലോഞ്ച് ആവേണ്ട താമസം പോലില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോണ്ടയുടെ ഫോർ എക്സാമ്പിൾ എലിവേറ്റ് എന്ന് പറഞ്ഞ വണ്ടി പുറത്തിറങ്ങി അല്ലേ. അപ്പൊ ഈ എലിവേറ്റിന്റെ ഡിസൈനും പ്രൊഫൈലും ഒക്കെ വെച്ചോണ്ട് അവരെന്താണ് ഒരു ബ്രോഷർ ഇറക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഹോണ്ടക്കാരിറക്കും. അത് കണ്ടുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നില്ല, അതിനു മുമ്പ് തന്നെ ബുക്കിംഗ് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യമേ ഈ പറയുന്നൊരു വീഡിയോ ഇറക്കി അവര് ബുക്കിങ്ങും എടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ഒരു സാമ്പിൾ ഇറക്കിയിട്ട് എങ്ങനെയുണ്ട്, ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കും. അതാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ആദ്യം ഒരു വീഡിയോ ഇറക്കി, എന്നിട്ട് അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഇറക്കി, അത് റെസ്പോണ്ട് ചെയ്യുന്ന അതിൻ്റെ ഒപ്പം തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആൾക്കാർ നോക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഡ്രോപ്പ് ബോക്സ് സക്സസ്ഫുൾ ആയത്. മനസ്സിലായി? ആദ്യമേ നോക്കി മാർക്കറ്റ് എങ്ങനെ ഉണ്ട്, എന്നിട്ട് മാത്രമാണ് അവർ കാര്യങ്ങൾ നോക്കിയത്. അതാണ് ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ദ ഫ്രെയിം വർക്ക്സ് ഫോർ ഇന്നോവേഷൻ അവസാനിച്ചു. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, എന്താന്ന് പറഞ്ഞുതരാം. Entrepreneurship sparks innovation, drives employment, fuels economies, and offers solutions to a range of environmental and societal challenges. But before those sparks and drivers ignite, an entrepreneurial mindset must be in place as a catalyst. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭകൻ, അയാൾ ആ ഒരു ബിസിനസ് ചെയ്യുമ്പം പൈസ എല്ലായിടത്തും എറിയും. എന്തിന്? ആ ഒരു പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ. ആ റിസ്ക് എടുക്കുന്നവരെയാണ് നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ആ ഒരു കൺസെപ്റ്റിനെയാണ്. മനസ്സിലായില്ല? അങ്ങനത്തെ ഉള്ളവരെയാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞത്. ആ ഒരു കൺസെപ്റ്റിനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, റിസ്ക് ഏറ്റെടുക്കാനുള്ള ധൈര്യമുള്ളത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് എന്താണ്, അങ്ങനെ ഈ ബിസിനസ്സിലുള്ളവർക്കാണ് എപ്പോഴും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്നോവേഷൻ, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവണം അല്ലേ? ഉണ്ടാവണം. അതെ, എന്നാൽ മാത്രമല്ലേ എംപ്ലോയ്മെന്റും കൂടത്തുള്ളൂ. നാട്ടിലുള്ളവർക്കൊക്കെ ജോലി കൊടുക്കണ്ടേ? അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ ഉത്ഭവിച്ചു വരണ്ടേ? അതെ, എന്നാൽ മാത്രമല്ലേ നമ്മുടെ എക്കണോമി ഉണ്ടാവത്തുള്ളൂ. അതെ, അപ്പം ആ ഒരു പുതിയ ഇന്നോവേഷൻ വന്നാൽ മാത്രമേ ഒരു ഓൺട്രപ്രണറിന്റെ ഈ പറയുന്ന ഓൺട്രപ്രണറിൽ നിന്നും ഒരു ഇന്നോവേഷൻ വന്നാൽ മാത്രമല്ലേ ഈ പറയുന്ന നമ്മുടെ എൻവയോൺമെന്റും അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനത്തെ ഇന്നോവേഷൻ. ഇപ്പൊ സ്വിഗ്ഗിയും സൊമാറ്റോ ഒരു പുതിയൊരു ഇന്നോവേഷൻ സ്ട്രാറ്റജിയാണ് ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോം അല്ലെ, ഓൺലൈൻ ഫുഡ് ഡെലിവറി. അത് കഴിഞ്ഞ് അവരെന്ത് കൊണ്ടുവന്നു? ഓൺലൈൻ ഗ്രോസറി ഷോപ്പ് കൊണ്ടുവന്നു. പല പല കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ ഓരോ ഇന്നോവേഷൻസ് വന്നാൽ മാത്രമേ മാറ്റങ്ങൾ വരുത്തുള്ളൂ അല്ലെ? അതെ. പക്ഷെ ഈ പറയുന്ന സ്പാർക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഗ്നിഷൻ, ഒരു കത്തൽ കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് വേണം. നമ്മൾ പറയുമോ എന്നെ കൊണ്ട് ബിസിനസ് ഒന്നും നടക്കത്തില്ല. അതെന്താ? ചിലരെ കൊണ്ട് പറ്റത്തില്ലെന്നേ അങ്ങനത്തെ ബിസിനസ് നടത്താം. പക്ഷെ ചിലർക്ക് നല്ല കാഞ്ഞ ബുദ്ധിയായിരിക്കും, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ബുദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കേ ബിസിനസ് വരത്തുള്ളൂ. അപ്പൊ ചിലർക്ക് ചെറിയൊരു മെന്റാലിറ്റി ഉണ്ട്, അവരിങ്ങനെ ബിസിനസ് സ്കൂൾസിലൊക്കെ പോയി കുറച്ചും കൂടെ ബിസിനസ്. ഇപ്പൊ ചിലര് എന്ത് ചെയ്യും? ആദ്യം വലിയ കാര്യമൊന്നും കച്ചവടത്തിന്റെ നാക്ക് അങ്ങനെയാണുള്ളത്. കച്ചവടത്തിന്റെ നാക്ക് അറിയാത്തവർ കാണും. പക്ഷെ ചിലർക്ക് നല്ലോണം അറിയും. ചിലർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാവരെയും കൊണ്ടൊന്നും ഈ പരിപാടി നടക്കത്തില്ല. മനസ്സിലായല്ലോ? അതിനെയാണ് ഈ ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായ? ആ ഒരു ബുദ്ധി ഉണ്ടാവണം. അതാണ് മനസ്സിലായ, നാക്ക് ഉണ്ടാവണം. Okay, yes. An entrepreneurial mindset helps leaders create value by recognizing and acting on opportunities, making decisions and limited information, and remaining adaptable and resilient in conditions that are uncertain and complex. മനസ്സിലായോ? ഇപ്പൊ ഈ പറയുന്ന ബിസിനസ്സിന് നാക്കില്ലാത്തവനാണ് ഒരു ബിസിനസ് നടത്തുന്നെങ്കിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രെട്ട് എന്നുള്ള ഭീഷണിയൊന്നുമല്ല. സ്വിഗ്ഗി ഓൺലൈൻ ഡെലിവറി കൊണ്ടുവന്നു. ബിസിനസ് അറിയാത്തവൻ എന്തോ ചെയ്യും, ദൈവമേ നമ്മൾ പൂട്ടിക്കെട്ടേണ്ടി വരും, നമ്മൾ എന്തോ ചെയ്യും, നമുക്കൊന്നും പറ്റത്തില്ല, അങ്ങനെ ആയിപ്പോ. മനസ്സിലായി? പക്ഷേ ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ളവൻ ആ ചലഞ്ചിനെ അവൻ കണ്ടുകൊണ്ട് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായി? ഹി സ്റ്റാർട്ട്സ് ടു ആക്ട് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. നോക്കിയേ, ആക്ടിങ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. നോക്കിയേ, ആക്ടിങ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. എന്നിട്ടത് ഡിസിഷൻസ് എടുക്കുന്നു വിത്ത് ലിമിറ്റഡ് ഇൻഫർമേഷൻ. പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയത്തുണ്ടാവത്തില്ല, പക്ഷെ നമ്മൾ മാർക്കറ്റിൽ പോണം.
ഈ പറയുന്ന ഇപ്പൊ ഓൺലൈൻ ഡെലിവറി ആണ്, അവരുടെ ഒപ്പം നമ്മൾ മുന്നേറണം. നമുക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ഡിസിഷൻ എടുത്തേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് റിമൈനിങ് അഡാപ്റ്റബിൾ ആൻഡ് റിസൈലന്റ് ഇൻ കണ്ടീഷൻസ് ആർ അൺസർട്ടൺ ആൻഡ് കോംപ്ലക്സ്. എന്താവും ഭാവി എന്നറിയാത്തപ്പോൾ പോലും നല്ലോണം പിടിച്ചു നിന്ന് ആ സാഹചര്യത്തിന് യൂസ് ചെയ്യുന്നവന് മാത്രമേ നല്ല ബിസിനസ്സുകാരനാവാൻ പറ്റില്ല. അവന് മാത്രമേ ബിസിനസിന്റെ നാക്ക് അറിയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? നമ്മൾ പറയത്തില്ലേ, വീണാലും 4 കാലയിൽ വീഴുന്നവൻ എന്നുള്ള പദപ്രയോഗം യൂസ്ഫുൾ ആവുന്ന ഇവിടാണ്. മനസ്സിലായല്ലോ? അല്ലാതെ ഈ ബിസിനസ് അറിയാത്തവനെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവതാളത്തിലാകും. മനസ്സിലായി? യെസ്. അപ്പൊ നോക്കിക്കേ, ഇൻ എ വെബിനാർ പ്രസന്റഡ് ബൈ MIT Sloan Global Programs and the QUT എന്ന് പറഞ്ഞ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ബിസിനസ് സ്കൂൾ, ബാരറ്റ് ആൻഡ് ബിൽ ഓലറ്റ് ഷെയർ 3 traits that define an entrepreneurial mindset no matter the environment. മനസ്സിലായല്ലോ? അപ്പൊ അവർ കൊണ്ടുവന്ന ഈ പറയുന്ന 3 ട്രേറ്റുകൾ കൊണ്ടുവന്നു. 3 ട്രേറ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഓൺട്രപ്രനറിന്റെ ഉള്ളിൽ ഈ 3 ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ അവന് നല്ലോണം ബിസിനസ് നടത്താൻ പറ്റും. മനസ്സിലായല്ലോ? ഏത് എൻവയോൺമെന്റ്, മാർക്കറ്റ് ഇടിയുവാണോ, മാർക്കറ്റ് കൊളാപ്സ് ചെയ്യണോ, മാർക്കറ്റ് വളരുവാണോ, എന്ത് അന്തരീക്ഷത്തിലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ 3 ട്രേറ്റുകൾ ഉണ്ടെങ്കിൽ. അത് ഏതൊക്കെയാണ്? ആദ്യത്തത് സൊല്യൂഷൻസ് ഓറിയന്റഡ്. ആൻഡ് ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ് ഇസ് റിസൈലന്റ്. അവൻ ഒരിക്കലും ഇരിക്കുന്നില്ല, അവൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. റിസോഴ്സ്ഫുൾ ആയിരിക്കും ആൻഡ് സൊല്യൂഷൻസ് ഓൺ. എപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കണം. ഈവൻ വെൻ ദ കണ്ടീഷൻസ് സേ അതർവൈസ്. ഇപ്പൊ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൊളാപ്സ് ആയി കിടക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൻ സൊല്യൂഷൻ കണ്ടെത്തണം. മനസ്സിലായി? എന്നാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ സൊല്യൂഷൻ കണ്ടെത്തി ഇപ്പൊ നിങ്ങൾ ശാന്തമായിട്ടിരിക്കൂ. മാർക്കറ്റ് പൊതുവേ ഡൗൺ ആയ സമയത്ത് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ നഷ്ടമാണ് വരുന്നത്. അതാണ് പൊതുവെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഷെയറിലൊക്കെ പറയുന്നത് ആ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാ പൈസയും കൂടെ എടുക്കാൻ നമ്മൾ അയ്യോ നമ്മുടെ പോവും, മാർക്കറ്റ് ഇടിഞ്ഞു, നമ്മുടെ പൈസ പോവും, എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്കാട്ട് വലിയ നഷ്ടമായിരിക്കും വരുന്നത്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ, ശരിക്കും മാർക്കറ്റ് ഇടിയാലെ വേറെ പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. നിങ്ങളൊന്നും പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞാലും ചില സമയം നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. അതെന്താണ്? ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. എപ്പോഴും സൊല്യൂഷൻസ് കണ്ടെത്തണം. ദേ ഹാവ് ഓപ്റ്റിമിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻസ്. എപ്പോഴും നല്ലത് വരും എന്നുള്ള ചിന്താഗതി ഉള്ളവരായിരിക്കണം. ഓഫ് അഡ്വേഴ്സ് ഈവൻസ്. മനസ്സിലായി? ഇന്ന് നഷ്ടപ്പെട്ടു, ഈ ബിസിനസ് ചെയ്ത് ഞാൻ കുളം തോണ്ടി, ഞാൻ നിർത്താൻ പോകും, അങ്ങനെയല്ല. അഡ്വേഴ്സ് സിറ്റുവേഷൻസിലും നല്ലത് വരും എന്നൊരു ചിന്ത വേണം. ചിലപ്പോൾ എടുത്തുചാടിയായിരിക്കും. നമ്മൾ ഈ ബിസിനസ് അറിയാത്തവന്മാരെ ബിസിനസ് ചെയ്താൽ വരുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്തെങ്കിലും, ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടച്ചു പൂട്ടുകയല്ല, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. വി ഹാവ് ടു കം അപ്പ് വിത്ത് എനി സൊല്യൂഷൻ സോ ദാറ്റ് വി ക്യാൻ എക്സിസ്റ്റ് ഹിയർ in further years. Okay, and see problems as potential opportunities. അതാണ് നമ്മൾ പ്രോബ്ലത്തിനെ ഒരു ത്രെട്ടായിട്ട്, ഒരു ഭീഷണിയായിട്ടല്ല, അതിനെ ഒരു സന്ദർഭമായിട്ട് ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? വേറെ ഒരു ഈ പറഞ്ഞ മാർക്കറ്റിൽ വലിയൊരു റൈവൽ വന്നു, അയാൾ നമ്മളെ ഇടിച്ചു തകർക്കാൻ നോക്കുകയാണ്, ഇടിച്ചു തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ അതിനെ ഒരു വീഴ്ചയായിട്ട് കണ്ട് നമ്മൾ തളർന്നു നമ്മൾ വിശ്വസിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഹാവ് ടു ആക്ട്. അങ്ങനത്തെവരാണ് സക്സസ്ഫുൾ ആവുന്നത്. അങ്ങനത്തെ ഒരു ട്രേറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ട്രേറ്റ് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺട്രപ്രനർ ആവാനുള്ള ഒരു വഴിയിലാണെന്ന് പറയാം. മനസ്സിലായല്ലോ? അടുത്തതാണ് അഡാപ്റ്റബിൾ. ആൻഡ് ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ് എംബ്രേസസ് ചേഞ്ച്. എംബ്രേസസ് മാറ്റങ്ങളെ അവർ സ്നേഹിക്കുന്നു, അവർ ഉൾക്കൊള്ളുന്നു. മനസ്സിലായല്ലോ? അല്ലാതെ ഒരേപോലെ തന്നെ ഒരു മാറ്റവും മാർക്കറ്റിൽ ഒരു മാറ്റവും വരണ്ട. ഇപ്പൊ ഒരു ബേക്കറി തുടങ്ങിയ ആൾ പണ്ടത്തെ രീതിയിൽ തന്നെ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നാൽ ആ മാറ്റത്തിനനുസരിച്ചിട്ട് മാറാൻ നിൽക്കുമല്ല. അതേ പണ്ടത്തെ പോലെ തന്നെ തുടരാനാണെങ്കിൽ അയാൾ നല്ല ബിസിനസ്സുകാരനല്ല. വി നീഡ് ആംബിഡെക്സ്ട്രസ് ലീഡേഴ്സ് ഹു അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്സ്. ആംബിഡെക്സ്ട്രസ് ലീഡേഴ്സ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ. മനസ്സിലായി? ഇപ്പൊ ഒരു പണി കൊടുത്താൽ അയ്യോ ദൈവം ഇത്രയും പണിയുണ്ട്, ഈ ഒരു പണി തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അപ്പോഴാ ബാക്കിയുള്ള പണി. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. ഒരുമിച്ച് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കണം. അങ്ങനത്തെവരാണ് ആംബിഡെക്സ്ട്രസ് ലീഡേഴ്സ്. അങ്ങനത്തെവരാണ് നമുക്ക് ആവശ്യം. ഓക്കെ, വെൻ ചേഞ്ച് ഹാപ്പൻസ് ആൻ ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ് കീപ്സ് an eye on the mission. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ, നമ്മൾ ആ ഐഡിയേഷൻ പ്രോസസ്സിൽ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നോക്കണം. അപ്പോഴാണ് പെട്ടെന്നൊരു തിരമാല വന്ന് നമ്മൾ അടിച്ചത്.
വലിയ ഷോക്ക് വന്നത്. അപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ്, ആ ഷോക്കിന്റെ ഒപ്പം ആ ഷോക്കിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മിഷനിലോട്ട് പോകണം. എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണോ മിഷനകത്ത്, എന്നാലും മിഷൻ ഉപേക്ഷിക്കരുത്. മനസ്സിലായി? അങ്ങനത്തെ ഉള്ളവരാണ് അഡാപ്റ്റബിൾ. ആ ഒരു ട്രേറ്റ് ആണ്. മൂന്നാമത്തതും ലാസ്റ്റത്തത് ആന്റി ഫ്രജൈൽ, പൊട്ടുന്നവരായിരിക്കും. ആന്റി ഫ്രജൈൽ ഇസ് എ പോസിറ്റീവ് കണ്ടീഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് എൻ ഓൺടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ ചേഞ്ച് ആസ് സംതിങ് ദാറ്റ് ദ ഓൺടർപ്രണേഴ്സ് ആർ ബിൽറ്റ് ഫോർ. കാരണം ഒരു ഓൺടർപ്രണർ എന്ന് പറയുന്ന ആൾക്ക് മാറ്റങ്ങൾ എംബ്രേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾക്ക് മാറ്റങ്ങളുടെ ഒപ്പമാണ് അയാൾ ജീവിക്കുന്നത്. സ്റ്റാഗ്നന്റ് ആയിട്ടുള്ളിടത്ത് നമുക്ക് വലിയ കാര്യമില്ല. എപ്പോഴും ഒഴുക്കുണ്ടാവണം. മനസ്സിലായോ? മാർക്കറ്റിൽ ഫ്ലോ ഉണ്ടാവണം, ചേഞ്ച് ഉണ്ടാവണം. മാർക്കറ്റിൽ ചേഞ്ച് വന്നാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ മാർക്കറ്റിൽ ചേഞ്ച് വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നോക്കിക്കാണണം. ദ മൈൻഡ് സെറ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് എ ടൈം ഫോർ ആക്ടിങ് ആൻഡ് ടു ഫോർമുലേറ്റ് ന്യൂ പ്ലാൻസ് ടു സസ്റ്റെയിൻ ദ ചേഞ്ച്. മനസ്സിലായി? മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കണം. ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലാനിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കണം. മിഷനിൽ എത്തിച്ചേരണം. മനസ്സിലായല്ലോ? ഇറ്റ് ഓൾസോ മെൻഷൻസ് അബൌട്ട് ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് റിസോഴ്സസ് പർട്ടിക്കുലർലി തോസ് ബിയോണ്ട് യുവർ കൺട്രോൾ. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ വേണം നമ്മൾ ആൾക്കാരെ കൂട്ടിച്ചേർത്ത് പിടിക്കാൻ, നമുക്ക് വിശ്വാസമുള്ളവരെ കൂട്ടിച്ചേർത്ത് പിടിക്കുക. സോ ദാറ്റ് എന്താണ്, എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വിശ്വസിക്കണമെന്ന്. യെസ്, കാരണം അവർക്ക് മാത്രമേ നമ്മളെ ആ സമയത്ത് സഹായിക്കാൻ പറ്റുള്ളൂ. പ്രശ്നം വരുമ്പോൾ വിട്ടേച്ച് പോകുന്നവരെ വി ഹാവ് ടു അവോയ്ഡ് ദം. അപ്പം ആന്റി ഫ്രജൈൽ എന്ന് പറയുന്നതും ആ പറയുന്ന ഒരു ട്രേറ്റ് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ ആ സമയത്ത് ഒരു പ്രശ്നം വരുമ്പോൾ വി ഹാവ് ടു റീച്ച് ഔട്ട് ടു ദ വൺസ് വി ആർ ബിലീവിങ്. അല്ലാതെ ഒരു പ്രശ്നം വന്ന് ഞാൻ ഒറ്റയ്ക്ക് നേരിടാം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ആ ഒരു എന്താണ്, മറ്റുള്ളവരിലോട്ട് സഹായം ചോദിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റല്ല. ആ ഈഗോയിസ്റ്റിക് നേച്ചർ ഉള്ളവന് ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? എപ്പോഴും ഒരു ബിസിനസ്സിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള തോട്ട്സും നോക്കിക്കാണണം. താഴെയുള്ളവൻ എന്നുള്ള അല്ലെ മേളിലുള്ളവൻ എന്നുള്ള എല്ലാവരുടെയും അവരുടെ ഓരോരുത്തരുടെയും ഐഡിയാസ് നമ്മൾ കേൾക്കണം. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അല്ല, ഞാൻ മാനേജറാണ്, ഞാൻ താഴെയുള്ളവരുടെ കേൾക്കത്തിൽ ചിലപ്പോൾ അവർക്ക് നല്ല ഐഡിയാസ് കാണും. മനസ്സിലായല്ലോ? അതാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയും നമുക്ക് വേണം. അപ്പൊ ഇങ്ങനത്തെ 3 ട്രേറ്റുകൾ ഉണ്ടോ, നിങ്ങൾ നല്ലൊരു ഓൺടർപ്രണറായി തീരും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ എന്താണ് ഇന്നോവേഷൻ ഫ്രെയിംവർക്സ് ഫോർ ഇന്നോവേഷൻ, അതുപോലെ തന്നെ ഓൺടർപ്രണർ മൈൻഡ് സെറ്റുമാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? താങ്ക് യു.